ത്രിയേക ദൈവത്തിൻ്റെ തന്നെ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ബഹുവന്ദനായ റമ്പാച്ചൻ, മറ്റു വന്യരായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ടവരായ വിശ്വാസികളുടെ സമൂഹമേ, പരിശുദ്ധനായ പരിമലത്തിനുവേണ്ട മധ്യസ്ഥതയിലൂടെ ഈ ആലയത്തിൽ നിന്ന് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ എപ്പോഴും എവിടെയും നിലനിൽക്കട്ടെ എന്ന് കർത്താവിൽ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. സഭാപ്രസംഗി 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ ദൈവം ധനവും ഐശ്വര്യവും അതനുഭവിച്ച് തൻ്റെ ഓഹരി ലഭിച്ച് തൻ്റെ പ്രയത്നത്തിൽ സന്തോഷിപ്പാൻ അധികാരവും കൊടുത്തിരിക്കുന്ന ഏതു മനുഷ്യനും അത് ദൈവത്തിൻ്റെ ദാനം തന്നെ. ജീവിതത്തെ ദൈവത്തിൻ്റെ ദാനമായി ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ വിശേഷിപ്പിക്കുകയാണ്. ഒരു വശത്ത് എടുത്തു പറയാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. കുഞ്ഞുങ്ങളെക്കുറിച്ച് അത്യധികമായിട്ട് പറയാൻ സാധിക്കുന്ന അവരുടെ വിദ്യാഭ്യാസത്തിലെ സമ്പന്നമായ കാര്യങ്ങൾ, ഇന്നയോളം നമുക്ക് ലഭിച്ചിട്ടുള്ള പദവികളും ജോലിയിൽ നിന്ന് ലഭിക്കുന്ന ആ സമ്പത്തുകളും, മാത്രമല്ല ജീവിതത്തിൽ സന്തോഷിക്കാനായിട്ടുള്ള കുലമഹിമകളും. അങ്ങനെ ധനമായിക്കൊള്ളട്ടെ, പ്രൗഢിയായിക്കൊള്ളട്ടെ, പ്രതാപമായിക്കൊള്ളട്ടെ, ആഡംബര ജീവിതമായിക്കൊള്ളട്ടെ, ഒരു വശത്ത് എടുത്തു പറയാനായിട്ട് ഇതെല്ലാം ഉള്ളപ്പോഴും ആലയത്തിൽ വരുന്ന ഒരു ഭക്തന്റെ ആധ്യാത്മികമായ മാർഗത്തിന്റെ തെളിവും നിറവും എന്ന് പറയുന്നത് ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്. ഇത് തന്നെ പരിശുദ്ധനായ പൗലോസ് അപ്പോസ്തലൻ ആവർത്തിക്കുകയാണ്. ലഭിച്ചതല്ലാതെ നിനക്ക് എന്താണ് ഉള്ളത്? വീണ്ടും തീമോത്തിയോസ് എഴുതിയ ലേഖനത്തിൽ ബോധിപ്പിക്കുന്നുണ്ട്, ഈ ലോകത്തിലേക്ക് ഞാൻ നിങ്ങൾ ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഈ ലോകത്തിൽ നിന്ന് ഞാൻ നിങ്ങൾ ഒന്നും കൊണ്ടുപോകുന്നുമില്ല. പ്രിയമുള്ള ദൈവജനമേ, ഓരോ ആലയത്തിലേക്ക് വന്നുയർന്ന് പരിശുദ്ധന്മാരുടെ ശുദ്ധിമതികളുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ധ്യാനിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും ദൈവസന്നിധിയിൽ യാചനകളെ അർപ്പിക്കുമ്പോഴും ഭക്തന്റെ ആധ്യാത്മികമായ മാർഗം ഇതുവിധേനയായിരിക്കണം. കർത്താവേ, ലഭിച്ചതെല്ലാം അങ്ങയുടെ ദാനമാണ്. ഈ ജീവിതമായിക്കൊള്ളട്ടെ, ജീവിതത്തിലെ സന്തോഷമായിക്കൊള്ളട്ടെ, സമാധാന അന്തരീക്ഷമായിക്കൊള്ളട്ടെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ സമ്പന്നതകളായിക്കൊള്ളട്ടെ, കുലത്തിലെ എല്ലാ മഹിമയും മാഹാത്മ്യവുമായിക്കൊള്ളട്ടെ, എല്ലാം അങ്ങയുടെ നിറഞ്ഞ ദാനമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ പുകഴ്ചകളും സ്തോത്രങ്ങളും സ്തുതികളും ജീവിതത്തിൽ നിന്നുകൊണ്ട് അർപ്പിക്കുമ്പോഴാണ് ജീവിതത്തിന് അർത്ഥവും അർത്ഥവ്യാപ്തിയും അർത്ഥതലങ്ങളും നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്. പലപ്പോഴും ധ്യാനത്തിൽ പങ്കുകൊള്ളുന്ന പ്രിയമുള്ള ദാസീദാസര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. 6 വെള്ളിയാഴ്ചയായി, 7 വെള്ളിയാഴ്ചയായി, 9 വെള്ളിയാഴ്ചയായി ഞാൻ ഇങ്ങനെയുള്ള ധ്യാനത്തിൽ പങ്കുവിട്ടിട്ടും എന്തുകൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ല? വീട്ടിൽ ചെലവഴിക്കേണ്ടുന്ന സമയം വിട്ട് കുടുംബത്തിൽ കൂടപ്പിറപ്പുകളോട് സന്തോഷം പങ്കിടേണ്ടുന്ന സമയം ഞാൻ വിട്ടിട്ട് ദൈവസന്നിധിയിൽ ഇത്രയും വെള്ളിയാഴ്ചകൾ ഞാൻ വന്നുയർന്നിട്ടും ദൈവം എന്നെ ഒന്ന് അനുഗ്രഹിക്കുന്നില്ലല്ലോ. തിരുവചനത്തിൽ പ്രതികാൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ കാണുന്ന യേശുക്രിസ്തുവിലെ ഒന്നാമത്തെ അടയാളം എന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. കാനാവിലെ കല്യാണ വിരുന്നിൽ കൊത്തിനെ പട്ടണത്തിൽ പച്ചവെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കുന്ന ആ ഏറ്റവും ശ്രേഷ്ഠമായ അത്ഭുതമാണ്, അടയാളമാണ്. രണ്ടാമത്തെ അടയാളം ഞാൻ ചോദിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആർക്കും തന്നെ അതിനെക്കുറിച്ച് ഒരു ആത്മീയമായ വിചാരമോ ബോധ്യമോ ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. രണ്ടാമത്തെ അടയാളം എന്ന് പറയുന്നത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള തിരുവചനങ്ങളിലാണ്. യേശുക്രിസ്തു രണ്ടാമതായിട്ട് കാനായിലേക്ക് കടന്നു ചെല്ലുകയാണ്. ആദ്യമായിട്ട് പ്രകൃതിയുടെ അധിപതിയായി സർവ്വലോകത്തിന്റെയും രക്ഷകൻ കടന്നു ചെന്ന് പച്ചവെള്ളത്തെ വീഞ്ഞാക്കുകയാണ്. അന്ന് വരെ ഏക അടയാളം എന്താണ്? പ്രകൃതിയുടെ അധിപതിയായിട്ട്, സൃഷ്ടാവായിട്ട്
യേശുക്രിസ്തു മാറിയു എന്നുള്ളത് മാത്രമാണ്. രണ്ടാമത്തെ അടയാളം ആ പട്ടണത്തിൽ വെച്ച് തന്നെ നടത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. എന്താണ് അതിലെ ആ പശ്ചാത്തലം? ഒരു രാജഭൃത്യൻ യേശുക്രിസ്തുവിന്റെ അടുക്കിലേക്ക് കടന്നു എന്നിട്ട് പറയുകയാണ്, എൻ്റെ പൈതൽ മരിക്കാറായി കിടക്കുന്നു, എൻ്റെ പൈതൽ മരിക്കാറായി കിടക്കുന്നു. ഇത്രത്തോളം മാതാപിതാക്കൾ ഇവിടെ ഉണ്ട്. ഞാൻ പറയും, നിങ്ങളുടെ ഏറ്റവും വലിയ വേദന കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള വേദനയാണ്. എൻ്റെ പൈതൽ എന്തായിത്തീരും? എൻ്റെ പൈതലിന്റെ വിദ്യാഭ്യാസം എന്താണ്? എൻ്റെ പൈതൽ ഏത് വിധേന ജീവിക്കും? അവന് ജോലി കിട്ടുമോ? ഇപ്പോൾ അവൻ പഠിക്കുന്ന കോഴ്സുകൾ നല്ലതാണ്. ഈ രാജഭൃത്യനും തികഞ്ഞ വേദനയുമായി, ആദിയുമായി, ആകുലതകളുമായി യേശുക്രിസ്തുവിന്റെ സന്നിധാനത്തെങ്കിലേക്ക്, പാദാന്തികത്തിലേക്ക് അടങ്ങി എന്നിട്ട് പറയുകയാണ്, എൻ്റെ പൈതൽ മരിക്കാറായി കിടക്കുന്നു. രാജഭൃത്യന്റെ അദമ്യമായ ആ ബോധ്യവും വിശ്വാസവും ഒന്ന് പഠിക്കുമ്പോൾ അത് രണ്ടാമത്തെ അടയാളമായിട്ട് ചിത്രീകരിക്കപ്പെടാനായിട്ട് ഒരു വഴിയായി തീർന്നത് രാജഭൃത്യന്റെ വിശ്വാസമാണ്. പ്രകൃതിയുടെ അധിപതിയായിട്ട് മാത്രം കണ്ടിട്ടുള്ള ഈ യേശു ക്രിസ്തു ഇന്നിവിടെ എൻ്റെ മകനെ സൗഖ്യമാക്കുവാനായിട്ട് തമ്പുരാന് സാധിക്കും. ഒരുപക്ഷെ വേറിട്ട ഒരു വിശ്വാസത്തിന് ഉടമസ്ഥനായി രാജഭൃത്യൻ മാറുകയാണ്. പച്ചവെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കുവാനായിട്ട് സാധിക്കുന്നവന് എൻ്റെ കുഞ്ഞിനെ സൗഖ്യമാക്കാനായിട്ട് സാധിക്കും. രാജഭൃത്യന്റെ ആഴമായ വിശ്വാസ ബോധ്യം ഒരുപക്ഷെ നമ്മളെയും ഭരിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ രണ്ടാമത്തെ ആ അടയാളം എന്ന് പറയുന്നത് കാനാവിൽ വെച്ച് തന്നെ നടത്തപ്പെടുകയാണ്. രാജഭൃത്യൻ കുടുംബം വിട്ട് കാനാവിലേക്ക് വന്നുചേരുകയാണ്. കുടുംബത്തിൽ പൈതൽ മരിക്കാറായി കിടക്കുന്നു. കുടുംബത്തിൽ വേദനയാണ്, കുടുംബത്തിൽ സങ്കടമാണ്, കുടുംബത്തിൽ കുഞ്ഞിനെ കുറിച്ചുള്ള വലിയ ആ ആത്മഗതമാണ്. പക്ഷെങ്കിൽ രാജഭൃത്യൻ യേശുക്രിസ്തുവിനെ കാണുവാനായിട്ട് കാനാവിലേക്ക് വന്നുചേരുകയാണ്. കുടുംബത്തെ വിട്ട് യേശുക്രിസ്തുവിനെ, കർത്താവിനെ കാണാനായിട്ട് വന്നുചേരുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, നിന്റെ പൈതൽ സൗഖ്യമായിരിക്കുന്നു, നിന്റെ പൈതൽ ജീവിച്ചിരിക്കുന്നു. രാജഭൃത്യൻ ഓടുകയാണ് വീട്ടിലേക്ക്. എന്താണ്? അവിശ്വാസമാണോ വിശ്വാസമാണോ ഇവിടെ ഞാൻ സ്വീകരിക്കേണ്ടത്? യേശുക്രിസ്തുവിനെ വിശ്വസിക്കണോ യേശുക്രിസ്തുവിനെ അവിശ്വസിക്കണോ? എൻ്റെ പൈതൽ ജീവിച്ചിരിക്കുന്നു. കടന്നു ചെന്നപ്പോൾ ഒരുപാട് പേര് വീട്ടിൽ കൂടിയിരിക്കുകയാണ്. രാജഭൃത്യൻ ആദ്യമേ വിചാരിച്ചു കാണും പൈതൽ മരിച്ചു കാണും. അതാണ് ആള് കൂടിയിട്ടുള്ളത്. പൈതൽ മരിച്ചു കാണും. കാരണം മരിക്കാറായി കിടക്കുന്നത് കണ്ടിട്ടാണ് ഞാൻ യേശുക്രിസ്തുവിനെ കാണാനായിട്ട് വന്നു ചേർന്നിട്ടുള്ളത്. ഉടനെ എല്ലാവരും കൂടെ പറഞ്ഞു, പൈതല് ജീവിച്ചിരിക്കുന്നു, പൈതലിന് സൗഖ്യം കിട്ടി. രാജഭൃത്യൻ ചോദിച്ചു, എപ്പോഴാണ് പൈതലിന് സൗഖ്യം കിട്ടിയത്? ഉടനെ പറഞ്ഞു, 7:30 നാഴികയിൽ തന്നെ. ഉടനെ രാജഭൃത്യൻ ക്രിസ്തുവിൽ ഉറച്ച് വിശ്വസിക്കുക. യു ആർ മൈ ലോർഡ്, നീയാണ് എൻ്റെ ദൈവം, നീയാണ് എൻ്റെ കർത്താവ്. നീ പറഞ്ഞ നാഴികയിൽ തന്നെ എൻ്റെ കുടുംബത്തിൽ പൈതലിന് സൗഖ്യം കിട്ടിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, യേശുക്രിസ്തുവിനെ കാണുവാനായിട്ട് തമ്പുരാന്റെ ആലയത്തിലേക്ക് ഞാനും നിങ്ങളും കടന്നു വന്ന് കുടുംബത്തിലെ സങ്കടങ്ങളും പരിദേവനങ്ങളും കുടുംബത്തിലെ എല്ലാ വേദനകളും ആകുലതകളും സമർപ്പിക്കുമ്പോൾ കുടുംബത്തിലുള്ളവർക്ക് ഇപ്പോഴ് അനുഗ്രഹമാണ്. നമ്മുടെ കണ്ണുനീരും നമ്മുടെ പശ്ചാത്താപവും നമ്മുടെ അനുതാപവും നമ്മുടെ ആത്മതപനവും ഒക്കെയും കണ്ടുകൊണ്ട് കർത്താവ് ദൂരെ ആയിരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന നിമിഷങ്ങൾക്കാണ് ഈ ആത്മീയവേദിയിൽ, ആത്മീയാലയത്തിൽ നമ്മൾ സാക്ഷികളാകുന്നത്. അതുകൊണ്ട് കുടുംബത്തെ വിട്ട് ഇവിടെ സമയം ചെലവഴിക്കുമ്പോൾ മനസ്സിലൊരു വിചാരം ഉണ്ടാകണം, ഒരു വിശ്വാസം, ഒരു ബോധ്യം ഉണ്ടാകണം. ഇത്രയും സമയം ആലയത്തിൽ ഒഴുക്കുന്ന കണ്ണുനീരിന് എൻ്റെ കർത്താവ് എൻ്റെ കുടുംബത്തിലേക്ക് അനുഗ്രഹങ്ങളെ നൽകും. കുടുംബത്തിൽ രോഗികളായിട്ടുള്ളവര് ഇവിടെ വന്നുയർന്നിട്ടുണ്ടാകാം, കുടുംബത്തിൽ പ്രയാസമുള്ളവരുണ്ടാകാം, സാമ്പത്തികമായി തളർന്നിരിക്കുന്നവരുണ്ടാകാം, കുഞ്ഞുങ്ങളുടെ മുന്നോട്ടുള്ള ജീവിതത്തിൽ പ്രതിസന്ധികൾ മാത്രം കണ്ട് ജീവിക്കുന്നവരുണ്ടാകാം, വിദേശത്തായിരിക്കുന്നവരുടെ ജോലിയെക്കുറിച്ച് ഇന്ന് ആ ജോലിയുണ്ടോ നാളെ ഉണ്ടോ, ജോലിയിൽ സ്ഥിരതയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ടാകാം. പക്ഷെങ്കിൽ ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ഈ ധ്യാനത്തിങ്കിൽ ദൈവശബ്ദം കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. കുടുംബത്തിൽ ഉള്ളവർക്ക് നിങ്ങൾ അനുഗ്രഹമാണ്. കുടുംബത്തിൽ ഉള്ളവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ രോഗത്തിന് സൗഖ്യമാണ്, സങ്കടങ്ങൾക്ക് മോചനമാണ്, പാപത്തിന് പരിഹാരമാണ്. അവിടെ കുടുംബത്തിന്റെ യഥാർത്ഥമായ സമാധാന അന്തരീക്ഷം നമ്മൾ കാംക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ അത് കുടുംബത്തെ ഒരു സ്വർഗരാജ്യത്തിന്റെ പതിപ്പാക്കി മാറ്റുവാനായിട്ട് ഞാനും നിങ്ങളൊക്കെയും സമർപ്പിതരാകുകയാണ്. ആത്മീയ പരിചിന്തനത്തിനായിട്ട് തിരഞ്ഞെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ദിനവൃത്താന്ത പുസ്തകം 2-ാം പുസ്തകം അതിൻ്റെ 1-ാം അധ്യായം
1 മുതൽ ഉള്ള വാക്യങ്ങളാണ്. എല്ലാ വാക്യങ്ങളും വായിക്കാനായിട്ട് സമയക്കുറവ് മൂലം അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രം ഒന്ന് വായിക്കട്ടെ. ദിനവൃത്താന്തം 2-ാം പുസ്തകം 1-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങൾ. ദാവീദിന്റെ മകനായ ശലോമോൻ തന്റെ രാജ്യത്വത്തിൽ സ്ഥിരപ്പെട്ടു. വീണ്ടും അതിന്റെ 6-ാമത്തെ വാക്യം, ശലോമോൻ അവിടെ യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിലെ താമ്രയാഗപീഠത്തിലേക്ക് ചെന്ന് അതിന്മേൽ 1000 ഹോമയാഗം കഴിച്ചു. 7-ാം വാക്യം, അന്ന് രാത്രി ദൈവം ശലോമോന് പ്രത്യക്ഷനായി അവനോട്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം ചോദിച്ചു കൊള്ളുക. ശലോമോൻ ദൈവത്തോട് പറഞ്ഞത്, എന്റെ അപ്പനായ ദാവീദിനോട് നീ മഹാദയ കാണിച്ച് അവന് പകരം എന്നെ രാജാവാക്കിയിരിക്കുന്നു. ആകയാൽ ഈ ജനത്തിന് നായകനായിരിക്കേണ്ടതിന് എനിക്ക് ജ്ഞാനവും വിവേകവും തരയണമേ, അല്ലാതെ നിന്റെ ജനത്തിന് വലിയ ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? അതിന് ദൈവം ശലോമോനോട്, ഇത് നിന്റെ താല്പര്യമായിരിക്കാലും ധനം, സമ്പത്ത്, മാനം, ശത്രുനിഗ്രഹം എന്നിവയോ ദീർഘായുസ്സോ ചോദിക്കാതെ ഞാൻ നിന്നെ രാജാവാക്കി വെച്ച എന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യേണ്ടതിന് ജ്ഞാനവും വിവേകവും ചോദിച്ചിരിക്കാലും ജ്ഞാനവും വിവേകവും നിനക്ക് നൽകിയിരിക്കുന്നു. വേദപുസ്തകത്തിലെ ദീർഘമായ ഭാഗം എടുത്ത് വായിക്കുമ്പോൾ അതിൽ പൂർണ്ണമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് വായനയിലെ ആ വ്യാഖ്യാനം, അതിന്റെ അർത്ഥം മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ തന്നെ ഇത്രയും വാക്യങ്ങൾ ഞാൻ വായിച്ചപ്പോൾ തന്നെ നമ്മുടെ മനസ്സ് പതറിപ്പോയി. പലയിടത്തേക്ക് നമ്മുടെ കണ്ണുകൾ ഓടപ്പെട്ടു. അതല്ല, കർത്താവേ, നിന്റെ സന്നിധിയിൽ ഞാൻ ആയിരിക്കും, ഞാൻ പ്രാർത്ഥന അനുഭവത്തിലായിരിക്കും. ദൈവവചനം എന്നോടാണ്, ദൈവവചനത്തിന്റെ വ്യാഖ്യാനം എന്നോടും എൻ്റെ കുടുംബത്തോടുമാണ്. അതുകൊണ്ട് എന്നോട് ദൈവവചനം സംസാരിക്കണമേ, എൻ്റെ ഹൃദയത്തെ അതിനായിട്ട് തുറന്നു തരുന്നു. എൻ്റെ മനസ്സിൽ ദൈവവചനം കന്ന് ചില കുത്തലുകൾ ഏൽപ്പിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി ഇവിടെ ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പലര് ഇതിലൂടെ വന്ന് പോകും, നേർച്ചയിടും, പരിശുദ്ധനായ പരിമളത്തിലൂടെ കബറിടത്തിൽ കയറി പ്രാർത്ഥിക്കും. നമ്മൾ ദൈവവചനത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മളായിരിക്കുകയാണ്. ഇവിടെ ദാവീദിന്റെ മകനായ ശലോമോൻ രാജത്വത്തിൽ സ്ഥിരപ്പെട്ട് സമാഗമന കൂടാരത്തിൽ ജനതയുടെ ആവലാദികളും വേവലാദികളും പ്രാർത്ഥന വഴിയായി കണ്ണുനീരായി സമർപ്പിക്കുകയാണ്. അന്ന് രാത്രി യഹോവയാം ദൈവം ശലോമോനോട് ചോദിക്കുകയാണ്, വാട്ട് ഷുഡ് ഐ ഡു ഫോർ യു? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഒരു പ്രാർത്ഥനയുടെ ഉത്തരം എല്ലാവരും കാക്ഷിക്കുന്നവരാണ്. ഈ പകൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് എനിക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ട് ഉത്തരം നൽകിയാൽ, ഞാൻ പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നൽകിയാൽ, അതിൻ്റെ ജീവിതത്തിന് ഉത്തമമാണ്, അതിൻ്റെ ജീവിതത്തിന് സന്തോഷമാണ്, അതിൻ്റെ ജീവിതത്തിന്റെ സമാധാന അന്തരീക്ഷത്തിനുള്ള ഒരു വഴിയാണ്. ശലോമോൻ ജനതയുടെ എല്ലാ വേദനകളും കണ്ണുനീരുകളായി പ്രാർത്ഥനകളായി സമാഗമന കൂടാരത്തിൽ സമർപ്പിച്ചപ്പോൾ അന്ന് രാത്രി യഹോവയാം ദൈവം ശലോമോനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഇവിടെ ഇത്രയും പേര് നിങ്ങളോട് ഈ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തമ്പുരാൻ ഇടപെട്ട് ചോദിക്കുകയാണ്, എന്ത് ജീവിതത്തിൽ നൽകണം? ഒരുപാട് ഉത്തരങ്ങൾ ആവേശത്തോടെ, അഭിനിവേശത്തോടെ, ആഗ്രഹത്തോടെ നമുക്ക് സമർപ്പിക്കാനായിട്ടുണ്ട്. എൻ്റെ കുടുംബത്തിൽ ജോലിയുണ്ട്, പക്ഷെങ്കിൽ ജോലിയിൽ ഒരു സ്ഥാനക്കയറ്റം എൻ്റെ ഭർത്താവിന് ആവശ്യമാണ്. കുടുംബത്തിൽ 3 മക്കള്, 2 പേര് പഠിക്കുന്നു. പഠിക്കാത്ത കുഞ്ഞുങ്ങിനൂടെ പഠിക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കി തരണമേ. ഇതുവരെ ഞങ്ങൾ അധ്വാനിച്ചു, പ്രാർത്ഥിച്ചു, അപേക്ഷിച്ചു, പക്ഷെ കുടുംബത്തിന് ഒരു ഉയർച്ചയില്ല. എന്നും ഇതേപോലെ അങ്ങ് പോകുകയാണ്. കുടുംബത്തിന് ഒരു ഉയർച്ച തരണമേ. ഓരോരുത്തർക്കും പലവധി ഉത്തരങ്ങൾ ഇങ്ങനെ പറയാനായിട്ടുണ്ട്. പക്ഷെ ഇവിടെ ശലോമോൻ പറയുകയാണ്, ധനം, സമ്പത്ത്, അതുപോലെ തന്നെ ദീർഘായുസ്, ശത്രുനിഗ്രഹം, ഇതൊന്നും ഞാൻ ആവശ്യപ്പെടുന്നില്ല. ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ. ജനം നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ, അവരുടെ ഇടയിൽ പ്രവർത്തിക്കേണ്ടതിന് ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ. പ്രിയമുള്ളവരെ, ആത്മാക്കള് നഷ്ടപ്പെട്ടു പോകുന്നതിൽ നമുക്ക് വേദനകൾ കുറവാണ്. കുടുംബാംഗങ്ങള് മദ്യപിച്ച് നഷ്ടപ്പെട്ടു പോകുന്നതിൽ, സമൂഹത്തിലുള്ളവര് ദൈവസന്നിധിയിൽ അകന്നു പോകുന്നതിൽ നമുക്ക് വേദനകൾ കുറവാണ്. ഇവിടെ ശലോമോന്റെ വേദന, അസ്വസ്ഥത എന്താണ്? ജനങ്ങള് നഷ്ടപ്പെട്ടു പോകാതിരിപ്പാൻ, അവർക്ക് വേണ്ടി ന്യായപാലനം ചെയ്യുവാൻ ജ്ഞാനവും വിവേകവും എനിക്ക് തരണമേ. ഇന്ന് 2 നഷ്ടങ്ങൾ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. ഒന്ന്, എല്ലാവർക്കും അറിവുണ്ട്. അറിവ് പ്രാപിപ്പാനായിട്ട് ലോകത്തിൽ ടെക്നോളജി വളരുന്നുണ്ട്. പണ്ടൊക്കെയും 20-30 വർഷങ്ങൾക്ക് മുമ്പ് മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് എഞ്ചിനീയറിങ്ങിന് കുഞ്ഞുങ്ങൾ പോയി പഠിച്ചിരുന്നെങ്കിൽ ഇന്ന്
5 കിലോമീറ്റർ 10 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് സംവിധാനമായി. കേരളത്തിൽ തന്നെ 1 ലക്ഷം ബിടെക് വിദ്യാർത്ഥികളോളം കലാലയങ്ങളിൽ നിന്ന് പഠിച്ചു വരികയാണ്. അപ്പോൾ കുഞ്ഞുങ്ങള് വിദ്യാഭ്യാസത്തിൽ അഗ്രഗണ്യരായി തീരുകയാണ്. പക്ഷെങ്കിൽ ലോകത്തിൽ ഒരു നഷ്ടമുണ്ടായി. ഇതിനോടൊപ്പം കുഞ്ഞുങ്ങൾക്ക് വിവരമുണ്ട്, പക്ഷെങ്കിൽ ഞാൻ പറയും ജ്ഞാനം കുറവാണ്. എന്താണ്? അറിവ് വർദ്ധിക്കുന്നുണ്ട്, പക്ഷെങ്കിൽ എന്താണ്? ജ്ഞാനം കുറവാണ്. അറിവിന്റെ പ്രായോഗിക തലമാണ് ജ്ഞാനം. എല്ലാവർക്കും അറിവുണ്ട്, പക്ഷെങ്കിൽ അറിവ് പ്രായോഗിക തലത്തിൽ ജീവിതത്തിൽ കാണിക്കാനായിട്ട് ഒരുപക്ഷെ ഈ ഇളം തലമുറയ്ക്ക് സാധിക്കുന്നില്ല. പണ്ട് വിദ്യാഭ്യാസ രംഗങ്ങളിൽ സമ്പന്നതകൾ കുറവായിരുന്നു, പക്ഷെ ജ്ഞാനം കൂടുതൽ ഉള്ളവരായിരുന്നു നമ്മുടെ പ്രിയരായ അമ്മച്ചിമാരും അപ്പച്ചന്മാരും. അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ, എന്തെങ്കിലുമൊക്കെ ഓതിത്തന്നാൽ അതിൽ ശ്രദ്ധ വെക്കുന്ന ഒരു തലമുറയും കാലവും കാലഘട്ടവും ഉണ്ടായിരുന്നു. ഇന്ന് ഒരുപാട് വിദ്യാഭ്യാസ സമ്പന്നതകളുണ്ട്, പക്ഷെങ്കിൽ ജ്ഞാനത്തിൽ ജീവിക്കുന്നവർ വളരെ കുറവാണ്. രണ്ടാമതായിട്ട് ഇവിടെ പറയുകയാണ്, വിവേകം എനിക്ക് തരണമേ. ഈ വിവേകത്തോടുകൂടി ജീവിക്കുന്ന ഇളം തലമുറയിലെ എത്ര കുഞ്ഞുങ്ങളെ ഇന്നിന്റെ ലോകത്ത് കാണാനായിട്ട് സാധിക്കും. മാതാപിതാക്കൾ പറയുന്നുണ്ട്, അവന് വിവരമുണ്ട്, പക്ഷെങ്കിൽ വിവേകമില്ല. അവന് വിവരമുണ്ട്, പക്ഷെങ്കിൽ വിവേകമില്ല. പ്രിയമുള്ളവരെ, ജനത്തിന് വേണ്ടി ന്യായപാലനം ചെയ്യുവാൻ ജ്ഞാനവും വിവേകവും എനിക്ക് തരണമേ. ഇതായിരുന്നു ശലോമോന്റെ പ്രാർത്ഥന. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുമ്പോൾ യഹോവയാം ദൈവത്തിന്റെ സന്നിധിയിൽ ശലോമോൻ 2 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഇതിലൂടെ ജനങ്ങളെ നേടിയെടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുവെങ്കിൽ അതാണ് എൻ്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഈ ചോദ്യം വേദപുസ്തകത്തിൽ മറ്റ് 3 ഭാഗങ്ങളിൽ കാണുന്നുണ്ട്. ഏത് ചോദ്യമാണ്? ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം. ആ മറ്റ് 3 ഭാഗങ്ങളിൽ കാണുന്ന ആ പശ്ചാത്തലങ്ങൾ എന്തെല്ലാമാണ്? അത് നമ്മുടെ ജീവിതത്തോടെ എങ്ങനെ ബന്ധിപ്പിക്കാനായിട്ട് സാധിക്കും? ഇതാണ് ധ്യാന വിഷയമായിട്ട് എടുക്കുന്നത്. ചോദ്യം ഇതാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം. ശലോമോന്റെ പ്രാർത്ഥന, ദൈവമേ ജ്ഞാനവും വിവേകവും എനിക്ക് തരണമേ. ഈ ചോദ്യം 3 ഭാഗങ്ങളിൽ ആവർത്തിക്കുമ്പോൾ നമ്മുടെ ഉത്തരങ്ങൾ ഏത് വിധേനയായിരിക്കും? ഒന്ന് ചിന്തിക്കാം. ഒന്നാമതായിട്ട് ഈ ചോദ്യം കാണുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 2-ാം അധ്യായം 9-ാം വാക്യം. അവിടെ ഏലിയാവ് എലീശയോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഞാൻ എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പഴയ നിയമത്തിൽ ഏലിയാവിനെ ഏറ്റവും ശക്തനായ ഒരു പ്രവാചകനായിട്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ദ പ്രോഫറ്റ് ഓഫ് ഫയർ, അഗ്നിയുടെ പ്രവാചകനാണ് ആര്? ഏലിയാവ്. ദ പ്രോഫറ്റ് ഓഫ് മിറക്കിൾസ്, അതിശയങ്ങളുടെ പ്രവാചകനാണ് ആര്? ഏലിയാവ്. ഏലിയാവ് തന്റെ പിൻഗാമിയായ എലീശയ്ക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഈ ഭൗമിക കാര്യങ്ങളിലെ നിറവും തെളിവും ഒക്കെയും പറഞ്ഞു പഠിപ്പിക്കുകയാണ്. എലീശയ്ക്ക് ഒരു ആഗ്രഹം, ഏലിയാവ് പ്രാപിച്ചതുപോലെ പരിശുദ്ധാത്മാവിനെ എനിക്കും പ്രാപിക്കണം. ഏലിയാവ് പ്രാപിച്ചതുപോലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് അത്ഭുതങ്ങളെ എനിക്കും ഈ ലോകത്തിൽ കാട്ടണം. അഹാബ് രാജാവിന്റെ കൊടിയ കൊട്ടാരത്തിന് അകത്തളങ്ങളിലേക്ക് കടന്നു ചെന്ന് അഹാബ് രാജാവിനോട് ശബ്ദിച്ചു, ഇനിയും ഞാൻ പറഞ്ഞിട്ടല്ലാതെ ദേശത്ത് മഴയോ മഞ്ഞോ പെയ്യുകയില്ല. ആകാശവിധാനങ്ങൾ ഏലിയാവിന്റെ ശബ്ദത്താൽ കൊട്ടിയടക്കപ്പെടുകയാണ്. 3.5 വർഷക്കാലം മഴയില്ല, മഞ്ഞില്ല. പ്രവാചകന്റെ ശബ്ദത്തെ പരിശുദ്ധാത്മാവിൽ അനുകരിക്കാനായിട്ട് എലീശയ്ക്കും ആഗ്രഹങ്ങൾ തോന്നി. അതുകൊണ്ടാണ് എലീശയോട് ചോദിച്ചു, ഇതെല്ലാം ഈ ഭൂമിയിലുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നടത്തിയതും ഞാൻ പ്രവർത്തിച്ചതും ഞാൻ ചെയ്ത അത്ഭുത പ്രവർത്തനങ്ങൾക്കെല്ലാം നീ സാക്ഷിയാണ്. ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഒരു മുൻഗാമി പിൻഗാമിയോട് ചോദിക്കുകയാണ്. തലമുറകൾക്കായിട്ട് നമ്മൾ ഈ ചോദ്യം മാറ്റിവെച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്കായിട്ട് ഈ ചോദ്യം മാറ്റിവെച്ചിട്ടുണ്ട്. മക്കളെ, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? ഒരു പിതാവും മാതാവും കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? ഇതേപോലെ തന്നെ മുൻഗാമിയായ ഏലിയാവ് പിൻഗാമിയായ എലീശയോട് ചോദിക്കുകയാണ്, ഞാൻ എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എലീശ പറഞ്ഞു, നിന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് ഓഹരി എനിക്കും കൂടെ തരണം, എനിക്കും കൂടെ അവകാശപ്പെട്ടതായി തീരണം. ഉടനെ ഏലിയാവ് പറഞ്ഞു, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്, നീ പ്രയാസമുള്ള കാര്യമാകുന്നു ചോദിച്ചത്. ബട്ട് വൺ കണ്ടീഷൻ, ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നത് നീ കണ്ടാൽ എന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് നിനക്ക് ലഭിക്കും. എനിക്ക് എന്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യമുണ്ട്. ഭൂമിയിൽ ഞാൻ അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട്, അടയാളങ്ങൾ കാണിക്കുന്നുണ്ട്, പല കാര്യങ്ങൾ ഭൂമിയിൽ ഞാൻ ദൈവശബ്ദമായിട്ട് അരുളി ചെയ്യുന്നുണ്ട്. എന്റെ ലക്ഷ്യം ഭൂമിയല്ല, ഈ ലോകമല്ല, ലോകത്തിലെ ക്രിയകളല്ല, ലോകത്തിലെ കർമ്മങ്ങളല്ല. ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നത് നീ കണ്ടാൽ
ഞാൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കുന്നത്, ഞാൻ സ്വർഗരാജ്യത്തിലേക്ക് എടുത്തുകൊള്ളപ്പെടുന്നത് നീ കണ്ടാൽ എന്റെ ആത്മാവിന്റെ ഇരട്ടി പങ്ക് നിനക്ക് ലഭിക്കും. വിശ്വാസ ജീവിതത്തിന്റെ നിറഞ്ഞ ബോധ്യങ്ങളെ ഏലിയാവ് മുൻഗാമി എലിശയ്ക്ക് പിൻഗാമിക്കായിട്ട് കാണിച്ചു കൊടുക്കുകയാണ്, പറഞ്ഞു കൊടുക്കുകയാണ്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ ഏലിയാവിനെ പോലെ ഉള്ളവരാണ്, മുൻഗാമികളാണ്. എലിശാമാര് കുറവാണ്, സ്കൂളിൽ പോയിരിക്കുകയാണ്. നിങ്ങൾ എന്തെല്ലാമാണ് കുഞ്ഞുങ്ങൾക്കായിട്ട് ബാക്കി വെച്ചിട്ടുള്ളത്, നീക്കി വെച്ചിട്ടുള്ളത്? ഞാൻ പറയും, കുറേയധികം ബാങ്ക് ബാലൻസ്, കുറേയധികം പ്രോപ്പർട്ടി, കുറേയധികം വിദ്യാഭ്യാസ സൗകര്യങ്ങള്, കുറെ അധികമായിട്ട് ഫിക്സഡ് ഡിപ്പോസിറ്റുകള്, കുറെ അധികമായിട്ട് ഏക്കർ കണക്കിനുള്ള ഭൂമികള്, ഇങ്ങനെ ഒരു വശത്ത് വലിയ ഒരു സമ്പന്നതയുടെ മാർഗം കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ തലമുറകൾക്കായിട്ട് നിങ്ങൾ നീക്കി വെക്കുമ്പോൾ, ഇവിടെ ഏലിയാവിന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നുവെന്ന് ഏലിയാവ് എലിശയെ പറഞ്ഞു പഠിപ്പിക്കുകയാണ്. ഇതേപോലെ തന്നെ മക്കളെ, ഈ ലോകം കൊണ്ട് തീരുകയല്ല. പർദീസയുടെ നിത്യരാജ്യത്തിന്റെ ശ്രേഷ്ഠമായ അനുഭവങ്ങളുടെ മുന്നാസ്വാദനമാണ് ഈ ലോകം. അതിൽ സഭാവിശ്വാസം, ദൈവവിശ്വാസം ആവശ്യമായിട്ടുണ്ട് എന്ന് എത്ര കുഞ്ഞുങ്ങൾക്കായിട്ട്, ഇളം തലമുറയ്ക്കായിട്ട് ഈ മാതാപിതാക്കൾ പറഞ്ഞു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു, ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു വശത്ത് അവർക്കായിട്ട് ഒരുപാട് കാര്യങ്ങൾ നീക്കി വെക്കുമ്പോൾ, മറുവശത്ത് ഒരു ഇല്ലായ്മയുടെ ചിത്രം നമ്മൾ ആഗ്രഹിക്കേണ്ടിയിരിക്കുന്നു. വിശ്വാസ പ്രമാണം പൂർണ്ണമായിട്ട് ചൊല്ലാൻ അറിയാവുന്ന സഭയിലെ കുഞ്ഞുങ്ങൾ എത്ര പേര് ഉണ്ടാകും? അവർക്ക് സൺഡേ സ്കൂൾ വിദ്യാഭ്യാസമുണ്ട്, കുടുംബ പ്രാർത്ഥനയുണ്ട്. പക്ഷെങ്കിൽ സഭയിലെ കൗമ പ്രാർത്ഥനകളും യാമപ്രാർത്ഥനകളും നോമ്പനുഷ്ഠാനങ്ങളും ഉപവാസ പ്രാർത്ഥനകളും എല്ലാം തന്നെ എൻ്റെ കുഞ്ഞിനെ അറിയാമെന്ന് ചിന്തിക്കുന്ന എത്ര മാതാപിതാക്കൾ ഇവിടെ ഉണ്ടാകും? ഒരു പള്ളിയിലെ കൺവെൻഷൻ കഴിഞ്ഞ് 85-90 വയസ്സുള്ള അപ്പച്ചനോടൊപ്പം കൊച്ചുമക്കൾ കൺവെൻഷന് വന്ന് സംബന്ധിച്ച് വൈകുന്നേരം 9 മണിയായപ്പോഴേക്കും വീട്ടിൽ ചെന്നു. കൊച്ചുമക്കൾ 6 മണിക്ക് അപ്പച്ചനോടൊപ്പം കൺവെൻഷൻ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു ചെന്നതാണ്. ഉടനെ കൊച്ചുമക്കൾ വീട്ടിൽ ചെന്നപ്പോൾ അമ്മയോട് പറഞ്ഞു, വിശക്കുന്നു, എന്താണ്? ചോറ് വിളമ്പ്, വിശക്കുന്നു, പെട്ടെന്ന് ചോറ് വിളമ്പ്. ഉടനെ അപ്പച്ചൻ പറഞ്ഞു, മക്കളെ കുടുംബ പ്രാർത്ഥന നടത്തിയിട്ടില്ലല്ലോ. ഉടനെ കൊച്ചുമക്കൾ പറഞ്ഞു, ഇത്രയും നേരം പള്ളിയിൽ പ്രാർത്ഥിക്കുകയല്ലായിരുന്നു, അത് പോരായിരുന്നോ? പിന്നെ അപ്പച്ചൻ പറഞ്ഞ മറുപടി, പള്ളിയിൽ നമ്മൾ ദൈവവചനം കേൾക്കാനായിട്ടാണ് കടന്നു ചെന്നത്, കുടുംബ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരുത്താനായിട്ട് പാടില്ല. 90-85 വയസ്സുള്ള അപ്പച്ചന്റെ ആധ്യാത്മിക ജീവിതത്തിന്റെ മാർഗവും നന്മയുടെ വഴിയും അനുഗ്രഹത്തിന്റെ കാരണവും ഇതായിരുന്നുവെങ്കിൽ ഈ തലമുറ ഈ വിധേനയുള്ള ഒരു ഭക്തി ജീവിതം കരിപിടിപ്പിക്കുന്നതിന് അവർ ശ്രദ്ധിക്കുമോ? നിങ്ങൾക്കറിയാം, കുഞ്ഞുങ്ങൾക്ക് ഇന്ന് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരവുണ്ട്. ഞാൻ പറയും, ഒരു ചോദ്യത്തിന് മാത്രം അവർക്ക് ഉത്തരവില്ല. വിശപ്പെന്നാലെന്ത്? ഒരു കുഞ്ഞിനും അറിയത്തില്ല. ഇവിടെ ഇരിക്കുന്ന അമ്മച്ചിമാര്, അപ്പച്ചന്മാര് 10 പേജിൽ എനിക്ക് വിശപ്പെന്നാൽ എന്തെന്നുള്ളതിന്റെ ഉത്തരവ് എഴുതി തരും. അവര് വിശപ്പിന്റെ വിളി അറിഞ്ഞു വളർന്നവരാ. അന്ന് പ്രാർത്ഥനയും കൂടുതലായിരുന്നു. കുടിലെ പ്രാർത്ഥനയ്ക്ക് പവിത്രതയും പരിശുദ്ധതയും കൂടുതലായിരുന്നു. അതിന് ദീർഘമായ സമയമെടുത്തായിരുന്നു അന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നത്. പക്ഷെങ്കിൽ മധ്യവയസ്കരായിട്ടുള്ളവര് 1 പേജിൽ എഴുതി തരും. ഒരു 30-നും 50-നും ഒക്കെ ഇടയിലുള്ളവര് വിശപ്പെന്നാൽ എന്ത് 1 പേജിൽ എഴുതി തരും. പക്ഷെ കുഞ്ഞുങ്ങള്, അവർക്കെല്ലാം അറിയാം. ഞാൻ പറയും, വിശപ്പെന്നാൽ എന്താ? ആ ചോദ്യത്തിന്റെ ഉത്തരം അറിയില്ല. മമ്മി എനിക്ക് വിശക്കുന്നു, പപ്പ എനിക്ക് വിശക്കുന്നു. എത്ര കുഞ്ഞുങ്ങൾ വീട്ടിൽ ഇത് പറയുന്നുണ്ട്? പറയുന്നതിന് മുമ്പ് തന്നെ കൊടുക്കാനായിട്ട് മമ്മി ആഗ്രഹിക്കുന്നു, പപ്പ അധ്വാനിക്കുന്നു. സത്യമല്ലേ പ്രിയമുള്ളവരെ? ഓരോ വെള്ളിയാഴ്ചയുടെയും പ്രാധാന്യം, ബുധൻ വെള്ളിയാഴ്ച ദിവസങ്ങള് ഉപവാസ ദിവസങ്ങളാണ്. അന്ന് മുട്ട, മത്സ്യം, മാംസം, പാല് കുടുംബത്തിൽ ഉപയോഗിക്കാനായിട്ട് പാടില്ലെന്ന് ആ വിശ്വാസ ബോധ്യത്തിന്റെ നിറവുകളെ എത്ര മാതാപിതാക്കള് കുഞ്ഞുങ്ങൾക്കായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. കൗമ പ്രാർത്ഥന തെറ്റിച്ചാൽ പിശാച് കുടുംബത്തെ വലയ്ക്കും ചുറ്റിക്കും എന്ന പാമ്പാടി തിരുമയുടെ ഓർമ്മപ്പെടുത്തൽ എത്ര മാതാപിതാക്കള് കുഞ്ഞുങ്ങൾക്കുള്ള ഓർമ്മപ്പെടുത്തലുകളായിട്ട് കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഓരോ നോമ്പും ദൈവസന്നിധിയിൽ എന്നെ വ്യത്യസ്തനാക്കുന്നു, എന്നെ വ്യതിരിക്തനാക്കുന്നു, ക്രിസ്തുവേശുവിൽ ഞാൻ പരിപൂർണനായി തീരുന്നു എന്ന ബോധ്യത്തെങ്കിൽ എത്ര മാതാപിതാക്കള് യേശുനാമം കുഞ്ഞുങ്ങളിലേക്ക് ഉച്ചരിച്ചു കൊടുക്കുന്നുണ്ട്. അവന്റെ വഴി വിശാലമാണ്. പക്ഷെങ്കിൽ അവന്റെ നാവിൻ തുമ്പിൽ യേശു എന്ന നാമം ഉച്ചരിക്കപ്പെടുമ്പോൾ അത് അമ്മയുടെ, അപ്പന്റെ കയ്യിൽ നിന്ന് അവൻ പഠിച്ചിട്ടുള്ള ആത്മീയ പാഠങ്ങളാണ്.
നഴ്സിങ്ങിന് പഠിക്കാൻ പോയ ഒരു കുഞ്ഞ് അമ്മയ്ക്കൊരു കത്തെഴുതി. നിങ്ങൾ പറയും, എൻ്റെ അച്ഛൻ ഇന്ന് കത്തുകളുടെ പാടുകളൊന്നും ഇല്ല, SMS ആണ്. അമ്മയ്ക്കൊരു കത്തെഴുതി, എൻ്റെ അമ്മ എന്നെ ആയുഷ്കാലം മുഴുവൻ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എത്രാം സങ്കീർത്തനോ? 23-ാം സങ്കീർത്തനത്തിൽ നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലം മുഴുവൻ എന്നെ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ. ഈ കുഞ്ഞ് നന്മയും കരുണയും മാറ്റിവെച്ചു. എന്നിട്ട് അവിടെ എൻ്റെ അമ്മ. ആ കുഞ്ഞ് അമ്മയ്ക്കിട്ട 2 പദങ്ങളാണ്, നന്മയുള്ള അമ്മ, കരുണയുള്ള അമ്മ. എൻ്റെ അമ്മ, ഈ നന്മയും കരുണയുള്ള അമ്മ ആയുഷ്കാലം എന്നെ പിന്തുടരുകയാണ്, ഞാൻ തെറ്റിപ്പോകുമോ? ഇന്ന് കുഞ്ഞുങ്ങളെ കുറിച്ച് ടെൻഷനാണ്. ഇവിടെ ഇരുന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്താണെന്നറിയാം, എഞ്ചിനീയറിംഗിന് മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോയ കുഞ്ഞ്, നേഴ്സിംഗിന് മറ്റ് സംസ്ഥാനങ്ങളിൽ പഠിക്കാൻ പോയിട്ടുള്ള കുഞ്ഞുങ്ങള് ലക്ഷ്യം പൂർത്തീകരിച്ചുകൊണ്ട് തിരിച്ചു വരുമോ? ടെൻഷനാണ്. പക്ഷെ ഈ കുഞ്ഞ് സാക്ഷിക്കുകയാണ്, എൻ്റെ അമ്മ എന്നെ ആയുഷ്കാലം മുഴുവൻ പിന്തുടരും, ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. എബ്രായ ലേഖനം 3-ാം വാക്യത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, ആദ്യ വിശ്വാസം അവസാനത്തോളം പിടിച്ചുകൊണ്ടാൽ ക്രിസ്തുവിൽ നീ പങ്കാളിയായി തീരും. പ്രിയമുള്ളവരെ, തൃത്വ വിശ്വാസം എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്, എന്റെ കുടുംബത്തെ ആഴമായി ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. ആ തൃത്വ വിശ്വാസം, പിതാവ് പുത്ര പരിശുദ്ധാത്മാവിലുള്ള വിശ്വാസം എന്റെ കുഞ്ഞിലേക്ക് ഞാൻ ഒരു പ്രഭയായി വെളിച്ചമായി നൽകിയാൽ അവന്റെ ജീവിതം സുന്ദരമാകും, അവന്റെ ജീവിതം ശോഭനീയമാകും, അവന്റെ ഭാവി ഏറ്റമേറ്റം സമ്പന്നമായി തീരും. എബ്രായ ലേഖനം 6-ാം 1 മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ്. എന്താണ്? ആകയാൽ നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, കൈവപ്പ്, നിത്യശിക്ഷാവിധി, ദൈവത്തിങ്കിലെ ഉപദേശം, മരിച്ചവരുടെ പുനരുത്ഥാനം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിൽ പിന്നെയും അടിസ്ഥാനമിടാതെ ക്രിസ്തുയേശുവിൽ പരിജ്ഞാന പൂർത്തി പ്രാപിപ്പാനായിട്ട് ശ്രദ്ധിക്കുക. സഭ വിശ്വാസ ജീവിതത്തിന് ഒരു അടിസ്ഥാനം ഇട്ടിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹം അത് മാന്തുക, തോണ്ടുക, ഇളക്കുക എന്നുള്ളതല്ല. പിന്നെയോ ആ വിശ്വാസ ബോധ്യത്തിൽ ശക്തിപ്പെട്ട് കുഞ്ഞിലേക്ക് എന്താണ് ക്രിസ്തുയേശുവിനെ കാണിച്ചു കൊടുക്കുവാനായിട്ട് ഒരു കുടുംബത്തിൽ അമ്മയ്ക്കും അപ്പനും സാധ്യതമായി തീരേണ്ടിയിരിക്കുന്നു. വീണ്ടും നമ്മൾ വായിക്കുന്നുണ്ട് എഫേസ്യർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 22, 23, 24 വാക്യങ്ങൾ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവത്തിന് അനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളുകയും. എന്റെ കുഞ്ഞിനു വേണ്ടി ഞാൻ ദൈവസന്നിധിയിൽ മാതൃത്വമുള്ള പിതൃത്വമുള്ള ഒരമ്മയായി അപ്പനായി തീരുകയാണ്. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, കൂടപ്പിറപ്പുകൾക്ക് വേണ്ടി ഇന്ന് ഞാൻ എന്നെ തന്നെ സമർപ്പിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ളവരെ, തലമുറകൾക്കായിട്ട് കാണിച്ചു കൊടുക്കേണ്ടത് വികസനത്തിന്റെ പാതയിൽ വിജ്ഞാനത്തിന്റെ പൊരുളുകൾ തിരിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ വിശ്വാസ ജീവിതത്തിന്റെ ബോധ്യങ്ങളെ, നിറവുകളെ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്കായിട്ട് ഈ ലോകത്തിൽ കാണിച്ചു കൊടുക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അമ്മ പ്രാർത്ഥിച്ചാൽ മകനും മക്കളും പ്രാർത്ഥിക്കും. കുടുംബത്തിൽ പ്രാർത്ഥന ഉണ്ടാകണമെങ്കിൽ മാതാപിതാക്കൾ വിചാരിച്ചേ മതിയാകും. അപ്പോൾ വിശ്വാസ ജീവിതത്തെ കരിപിടിപ്പിക്കേണ്ടതും ശക്തിപ്പെടുത്തേണ്ടതും ബലപ്പെടുത്തേണ്ടതും കുടുംബത്തിൽ എന്താണ്? മാതാപിതാക്കളാണ്. മാതാപിതാക്കള് കൊടുക്കുന്നതാണ് ഇളം തലമുറയിലെ പ്രഭയും ചൈതന്യവും അവരുടെ ആത്മീയ ജീവിതത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമതായിട്ട് ഏലിശയ്ക്ക് കൊടുത്തത് എന്താണ്? ജീവിതത്തിന്റെ ലക്ഷ്യത്തെക്കുറിച്ചുള്ള ബോധ്യമാണ്. ഈ ലോകം കൊണ്ട് തീരുന്നില്ല, ഞാൻ എടുത്തുകൊള്ളപ്പെടുന്നത് നീ കാണണം. ഇത് ഇളം തലമുറയ്ക്കായിട്ട് കാണിച്ചു കൊടുക്കണം. മക്കളെ, നമ്മൾ ജീവിക്കുന്നത് ഈ ലോകത്തിന് വേണ്ടിയല്ല. വിശ്വാസ പ്രമാണത്തിന്റെ അന്ത്യപാദത്തിങ്കൽ നമ്മൾ ചൊല്ലുന്നുണ്ട് അവസാനത്തെ വാചകം, പുതിയ ജീവനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. ദൈവമേ, സ്വർഗരാജ്യത്തിന്റെ ആ വലിയ വാതിലുകള് എന്റെ കുടുംബത്തിന് തുറക്കപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കണം. ഒന്നാമത്തെ ചോദ്യം, അതിന്റെ ഉത്തരം കണ്ടെത്തുക. വിശ്വാസ ജീവിതത്തിന്റെ നിറഞ്ഞ ബോധ്യങ്ങളെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കുവാൻ എന്റെ കർത്താവേ എനിക്ക് കൃപ നൽകണമേ. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിക്കുമ്പോൾ ഒന്നാമത്തെ ഉത്തരം മനസ്സിലൊന്ന് പറയുക, ഞാൻ കൈവരിച്ചിരിക്കുന്ന വിശ്വാസ ജീവിതത്തിന്റെ ബോധ്യങ്ങളെ അടുത്ത തലമുറയിലേക്ക് കൊടുക്കുവാൻ എനിക്ക് കൃപ നൽകണമേ, എനിക്ക് താല്പര്യം തോന്നണമേ. രണ്ടാമതായിട്ട് ഈ ചോദ്യം കാണുന്നത് 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വാക്യങ്ങളാണ്. ഏത് ചോദ്യമാണ്? ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം. രണ്ടാമതായിട്ട് തിരുവചനത്തിൽ ഈ ചോദ്യം കാണപ്പെടുകയാണ്.
എലീശ ഒരു വിധവയോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഒരു കുടുംബത്തിന്റെ ചിത്രം അവിടെ ഉയർന്നു വരികയാണ്. കുടുംബത്തിൽ മക്കളുണ്ട്, കുടുംബത്തിൽ അമ്മയുണ്ട്. ഭർത്താവ് ഒരു ഭക്തനായിരുന്നു, ഭർത്താവ് മരിച്ചുപോയി. ഭർത്താവ് ഭക്തനായിരുന്നു, ഭർത്താവ് മരിച്ചുപോയി. ഒരു കുടുംബത്തിൽ നീതിയോടെ, സത്യത്തോടെ, നിഷ്കളങ്കതയോടെ ജീവിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ ആ വ്യക്തി കുടുംബത്തിന് അനുഗ്രഹമാണ്, ആ കുടുംബത്തിന് നന്മയാണ്. ഇവിടെ ഭാര്യ ഭർത്താവിനെ കുറിച്ച് സാക്ഷിക്കുകയാണ്, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി, എന്നാൽ ഭർത്താവ് ഒരു ഭക്തനായിരുന്നു. എലീശ ഏലിയാവിന്റെ അധിക ആത്മാവിൽ അടയാളങ്ങൾ, അത്ഭുതങ്ങൾ കാണിക്കാനായിട്ട് ഈ കുടുംബത്തിലേക്ക് കടന്നു ചെന്നിട്ട് ചോദിക്കുകയാണ്, വാട്ട് ഷുഡ് ഐ ഡു ഫോർ യു? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? പ്രിയമുള്ളവരെ, ആദ്യത്തെ നമ്മുടെ സങ്കടം കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള, ഇളം തലമുറയെ കുറിച്ചുള്ള സങ്കടമാണെങ്കിൽ, രണ്ടാമത് എല്ലാവരും സങ്കടപ്പെടുന്നു, ഒരു കുടുംബത്തെ ചൊല്ലിയുള്ള ആവലാതിയും സങ്കടവും വേദനയും ഈ സമയത്ത് നമ്മളിലുണ്ട്. എൻ്റെ കുടുംബത്തെ കുറിച്ചുള്ള സങ്കടം എനിക്ക് അത്യധികമാണ്, കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുകയാണ്. പക്ഷേ നമ്മുടെ ചോദ്യവും ചിന്തയും, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ക്രൂരനായിട്ട് മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ, എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ ക്രൂരനായിട്ട് മാത്രമേ ഇടപെട്ടിട്ടുള്ളൂ. ഇവിടെ ആ കുടുംബത്തിന്റെ ഗ്രഹകാര്യങ്ങളെല്ലാം ഒന്ന് ശ്രേഷ്ഠമാക്കി ക്രമപ്പെടുത്തി കൊടുക്കുന്ന എലീശ പ്രവാചകനെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ഞാന് ആരാകണമെന്ന് എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നു. ആ ആകേണ്ടുന്നിടത്തടുത്തേക്ക് എന്നെ ദൈവം തമ്പുരാൻ കരിപിടിപ്പിക്കുന്ന, ഉയർത്തുന്നതായിട്ടുള്ള സമയത്തിന് ഞാൻ സാക്ഷിയാകുകയാണ്. അതിനായിട്ട് എന്നെ തന്നെ ഞാൻ സമർപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിലുള്ള വ്യക്തിബോധത്തെ പൂർണ്ണമായിട്ട് തമ്പുരാൻ അറിയുകയാണ്. ഇവിടെ മനസ്സിലാക്കുക, എന്ത്? എലീശ വിധവയുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അവരുടെ കടങ്ങള്, അവരുടെ ബാധ്യതകള്, അവരുടെ വേദനകള് എല്ലാം ദൈവസന്നിധിയിൽ പരിഹരിച്ചു കൊടുക്കുകയാണ്. പ്രിയമുള്ള ദൈവജനമേ, ഇവിടെ ഇരിക്കുന്ന ഓരോ കുടുംബാംഗങ്ങൾക്കും ഓരോരോ സങ്കടങ്ങൾ ഉണർത്താനായിട്ടുണ്ട്, ബോധിപ്പിക്കാനായിട്ടുണ്ട്. മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഒഴുക്കുന്ന കണ്ണുനീരിന് നമ്മളെല്ലാവരും അർത്ഥങ്ങളെ, അനുഗ്രഹത്തെ ആഗ്രഹിക്കുകയാണ്. ഇതേപോലെ തന്നെ വിധവ ആഗ്രഹിച്ചു. എലീശ പ്രവാചകൻ ദൈവസന്നിധിയിൽ ആ കുടുംബത്തിലെ ഗ്രഹകാര്യങ്ങൾ ക്രമപ്പെടുത്തി കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, 3 നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടോ? 1 ദൈവവിചാരം, 2 ദൈവഭയം, 3 ദൈവസ്നേഹം. ഇത് 3മാണോ എൻ്റെ കുടുംബത്തിലെ നഷ്ടങ്ങൾ എന്ന് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുമ്പോൾ അതാണോ മുൻപിലേക്ക് വന്നിരുന്നത്? 112-ാം സങ്കീർത്തനം 1-ാം വാക്യം, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പഴയ നിയമത്തിലെ ശ്രേഷ്ഠരായ കുടുംബ കഥാപാത്രങ്ങളുണ്ട്. അബ്രഹാം സാറാ കുടുംബം, അവർ വിശ്വാസത്തിൽ ബലപ്പെട്ട കുടുംബമാണ്. രൂത്ത് നവോമി കുടുംബം ശുശ്രൂഷയിൽ എരിവുള്ള കുടുംബമാണ്. യേശുക്രിസ്തു തന്നെ ഒരു തിരുകുടുംബത്തെ വാർത്തെടുത്തു. എന്നാൽ പഴയ നിയമത്തിൽ തന്നെ നശിച്ച കുടുംബങ്ങളുണ്ട്. ആഹാബിന്റെ, ഇസബേലിന്റെ കുടുംബം. ഇന്ന് ഞാൻ ഉൾപ്പെടുന്ന കുടുംബം നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണോ, ഉയർന്നുകൊണ്ടിരിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്? എന്താണ് എൻ്റെ കുടുംബത്തിന്റെ പരാജയ കാരണമെന്ന് പറയുന്നത്? ചരിത്രത്തിൽ മെർലിൻ മൺറോ ഒരുപക്ഷെ എല്ലാവരുടെയും ഓർമ്മയിലുണ്ട്. 21-ാമത്തെ വയസ്സിൽ തന്നെ വിശ്വസുന്ദരിയായിട്ട് അറിയപ്പെട്ടു. 29-ാമത്തെ വയസ്സിൽ ലോകത്തിലെ കോടീശ്വരിൽ ഒരാളായിട്ട് മാറി. ഒരു വശത്ത് ആരാധക വൃന്ദങ്ങള് ഒരുപാടുണ്ട്, ഒരു വശത്ത് അണിചേരാനായിട്ട് ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട്, ഒരു വശത്ത് ലോകത്തിൽ ഒരുപാട് സൗഭാഗ്യം വന്നിയർന്നിരിക്കുകയാണ്. മറുവശത്ത് എഴുതി വെച്ചിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. സൗന്ദര്യമുണ്ട്, കുലമഹിമയുണ്ട്, പദവിയുണ്ട്, മിസ് വേൾഡ് ആണ്, എല്ലാം ഉണ്ട്. മറുവശത്ത് എഴുതി വെച്ചിരിക്കുകയാണ്, ഐ ഹാവ് നോ പീസ് ഓഫ് മൈൻഡ്, എനിക്ക് മനസ്സമാധാനമില്ല. വീണ്ടും എഴുതി വെച്ചിരിക്കുകയാണ്, ലോൺലിനെസ് എൻസൈക്കിൾസ് മീ, ഏകാന്തത എന്നെ വലയുകയാണ്. വീണ്ടും എഴുതി വെച്ചിരിക്കുകയാണ്, ഐ ആം കമ്മിറ്റിംഗ് സൂയിസൈഡ്, ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് പോവുകയാണ്. നോബഡി ഈസ് റെസ്പോൺസിബിൾ ഫോർ മൈ ഡെത്ത്, എന്റെ മരണത്തിന് ആരും ഉത്തരവാദികളല്ല. ഒരു വശത്ത് കുടുംബത്തിലെല്ലാം ഉണ്ട്, ഒരു വശത്ത് എടുത്തു പറയാനായിട്ട്, സന്തോഷിക്കാനായിട്ട് ഒരുപാട് മാനദണ്ഡങ്ങളും കാര്യങ്ങളും കർമ്മങ്ങളും ക്രിയകളും ഉണ്ട്. മറുവശത്ത് പലരുടെയും ആത്മതപനം ഇത് തന്നെയാണ്. ഒരിക്കലും എനിക്ക് മനസ്സമാധാനമില്ല. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഞാന് മരിച്ചുപോയ ഒരാളായി തീർന്നിരിക്കുന്നു, ഞാൻ ഒരു ഉടഞ്ഞ പാത്രം പോലെ ആയി തീർന്നിരിക്കുകയാണ്. ഇതേപോലെ തന്നെ ഇവിടെ ഇരുന്ന് സങ്കടപ്പെടുന്നവരാണ്. കുടുംബത്തെ ചൊല്ലിയുള്ള
കഷ്ടങ്ങളും നഷ്ടങ്ങളും ഒക്കെ ഒരുപാട് ആത്മഗതമായി അയവിറക്കുമ്പോൾ ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്ന, വിശുദ്ധീകരിക്കപ്പെടുന്ന, ദൈവസന്നിധിയിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു കുടുംബമായി എന്റെയും നിങ്ങളുടെയൊക്കെ കുടുംബത്തെ ആക്കി തീർക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും സാധിക്കണം. നല്ലൊരു കുടുംബം ദൈവസന്നിധിയിൽ സന്തോഷിക്കുന്ന ഒരു കുടുംബമായി തീരേണ്ടിയിരിക്കുന്നു. എന്റെ കുടുംബത്തിൽ എടുത്തു പറയാനായിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളുണ്ടാകാം, പല കാര്യങ്ങൾ നമുക്ക് എടുത്തു പറയാനായിട്ടുണ്ടാകാം നമ്മുടെ ഓരോരുത്തരുടെ കുടുംബത്തിലെ. പക്ഷെങ്കിൽ പ്രാർത്ഥനാ ജീവിതത്തെ മുറുകെ പിടിക്കുന്ന എത്ര കുടുംബങ്ങള് ഇന്നിന്റെ ജീവിതത്തിൽ കാണാനായിട്ട് സാധിക്കും. ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, യഹോവ നിനക്ക് മുമ്പടയായിട്ടിരിക്കും, യഹോവ നിനക്ക് പിമ്പടയും മുമ്പടയായിരിക്കും. നീ പോകുന്ന വഴികളിൽ അവൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല, നിന്നെ ഒരു നാളും കൈവിടുകയില്ല, നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല, നിന്നെ ഒരു നാളും കൈവിടുകയില്ല. ചരിത്രത്തിൽ ജീവിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് മാർക്സ് ജോക്സ്, അതുപോലെ തന്നെ എഡ്വേർഡ് എന്ന് പറയുന്ന യോനാഥാൻ എഡ്വേർഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ വ്യക്തി. മാർക്സ് ജോക്സ് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ തന്നെ വിവാഹിതനായി. പണമുണ്ട്, സമ്പത്തുണ്ട്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിലുണ്ട്. കുടുംബജീവിതം, കുടുംബത്തിൽ പിൻഗാമികളായിട്ട് തലമുറയിൽ കുഞ്ഞുങ്ങൾ, ഇങ്ങനെ 1200 പിൻഗാമികളെ കുറിച്ച് ഒരു പഠനം നടത്തുകയുണ്ടായി. ഈ 1200 പിൻഗാമികളെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ മാർക്സ് ജോസിന്റെ പിൻഗാമികളിൽ ചിലർ താന്തോന്നികളായിട്ട് മാറി, ചിലർ ദൈവസന്നിധിയിൽ അന്യപ്പെട്ടു പോയി, ചിലർ ഗവൺമെന്റിന് ഒരുപാട് കടങ്ങൾ വരുത്തി വെച്ചു, ചിലര് തടവുകാരായിട്ട് മാറി, ചിലര് കൊലപാതകളായിട്ട് മാറി. എന്നാൽ രണ്ടാമത് യോനാഥാൻ എന്ന് പറയുന്ന മറ്റൊരു വ്യക്തിയെക്കുറിച്ച് ഒരു പഠനം. അദ്ദേഹം ക്രിസ്ത്യൻ കുടുംബത്തിലെ അംഗം, ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ച് ക്രിസ്ത്യൻ കുടുംബത്തിൽ തന്നെ ഇളം തലമുറ. അദ്ദേഹത്തിന്റെ 1200 പിൻഗാമികളെ കുറിച്ച് ഒരു പഠനം നടത്തി. എന്നിട്ട് ഈ 1200 പിൻഗാമികളിൽ ചിലര് സർവകലാശാല പ്രൊഫസർമാര്, ചിലര് മത നേതാക്കന്മാര്, ചിലര് ഗവൺമെന്റിന് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുന്നവര്. US-ന്റെ വൈസ് പ്രസിഡന്റായിട്ട് വന്നുയർന്നത് ഈ യോനാഥാൻ എല്ലിന്റെ പിൻഗാമികളിൽ ഒരാരായിരുന്നു. ഒരു വശത്ത് 1200 പിൻഗാമികള് മാർക്സ് ജോക്സിന്റെ നഷ്ടപ്പെടുമ്പോൾ, മറുവശത്ത് യോനാഥാന്റെ 1200 പിൻഗാമികള് സമൂഹത്തിന് പ്രകാശമായിട്ട് മാറുകയാണ്. പ്രിയമുള്ളവരെ, തലമുറകളുടെ സൗഭാഗ്യം അനുഭവിക്കുക, ആസ്വദിക്കുക എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ്. ദൈവസന്നിധിയിൽ ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ്. വളർച്ചയുടെ പന്താവിൽ എന്റെ കുടുംബ കാര്യങ്ങളൊന്ന് ക്രമപ്പെടുത്തുവാൻ എന്റെ കർത്താവേ കൃപ നൽകണമേ. എലിശാ വിധവയോട് ചോദിച്ചതുപോലെ ഇന്നിവിടെ ഇരിക്കുന്ന ജനതയോട് തമ്പുരാൻ ഇടപെട്ട് ചോദിക്കുകയാണ്, നിന്റെ കുടുംബത്തിൽ ഞാൻ എന്താണ് ചെയ്തു തരേണ്ടത്? എല്ലാ കുടുംബത്തിലും സന്ധ്യയ്ക്ക് പ്രാർത്ഥനയുണ്ട്. ഞാൻ കൈ ഉയർത്താനായിട്ട് ആവശ്യപ്പെടുന്നില്ല. ഇന്ന് എത്ര പേര് പ്രാർത്ഥിച്ചിട്ട്, പ്രഭാതത്തിൽ പ്രാർത്ഥിച്ചിട്ട് ഈ പള്ളിയിലേക്ക് വന്നുയർന്നിട്ടുണ്ട്? നമ്മോട് തന്നെ ഒരു ചോദ്യം. പ്രഭാതത്തിലും പ്രദോഷത്തിലും ദൈവസന്നിധിയിൽ കണ്ണുനീർ തൂകുമ്പോൾ അത് ഒരു ഭക്തന്റെ, ഒരു അമ്മയുടെ, ഒരു പിതാവിന്റെ ആധ്യാത്മികമായ മാർഗത്തിന്റെ നിറവാണ്. ഒരു കുടുംബത്തിൽ 3 മക്കള്, 2 കുഞ്ഞുങ്ങൾ നല്ലവണ്ണം പഠിച്ചുയരുകയാണ്, നല്ല വിദ്യാഭ്യാസം. ഇളയ മകള് പഠിക്കുന്നില്ല, എല്ലാത്തിനും ആവറേജ് മാർക്സ് മാത്രമാണ്. മറ്റു കുഞ്ഞുങ്ങൾക്ക് 90 എബോവ് ഒക്കെയും വരുമ്പോൾ ഈ കുഞ്ഞിന് ആവറേജ് മാർക്കുകൾ മാത്രമാണ്. ഈ കുഞ്ഞിനെ കുറിച്ച് അമ്മ ഒരുപാട് സങ്കടപ്പെട്ടു, അമ്മ ഒരുപാട് വേവലാതിപ്പെട്ടു, അമ്മ ഒരുപാട് ആദി പിടിച്ചു, വ്യാധി പിടിച്ചു. ഈ കുഞ്ഞിനെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, എന്റെ കഷ്ടതയിൽ ഞാൻ നിലവിളിച്ചപ്പോൾ എത്രയോ പ്രാവശ്യം അവിടുന്ന് എനിക്ക് ഉത്തരമറിയിട്ടുണ്ട്. 40-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് പോലെ എന്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവൻ എന്നെ കൊടിഞ്ഞ ചേറ്റിൽ നിന്ന് നാശകരമായ കുഴിയിൽ നിന്ന് എന്നെ കരകയറ്റി, എന്റെ ഗമനത്തെ സുസ്ഥിരമാക്കി, എന്റെ വായിൽ പുതിയൊരു പാട്ട് തന്നു, എന്റെ ദൈവത്തിന് സ്തുതി തന്നെ. ഈ അമ്മ 40-ാം സങ്കീർത്തനമൊക്കെ ഉച്ചരിച്ചുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഈ കുഞ്ഞിന് വേണ്ടി കൂടുതൽ സമയം പ്രാർത്ഥനയ്ക്കായിട്ട് ചെലവഴിച്ചു, ഈ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥനയ്ക്കായിട്ട് കൂടുതൽ സമയം ചെലവഴിച്ചു, ഉപവസിച്ചു. ഈ കുഞ്ഞിന് വേണ്ടി അമ്മ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുകയാണ്. അത് 10-ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞപ്പോൾ മറ്റു കുഞ്ഞുങ്ങളെക്കാളും കൂടുതലായിട്ട് ഈ കുഞ്ഞ് പഠിക്കാനായിട്ട് തുടങ്ങി. അവസാനം ആദ്യത്തെ 2 മക്കളിൽ കൂടുതലായിട്ടുള്ള അനുഗ്രഹങ്ങള്, പദവികള്, ജോലി ഈ 3-ാമത്തെ മകളിലേക്ക് വന്നുചേരുകയാണ്. ഈ മകള് സാക്ഷിച്ചു, ഞാൻ 12-ാം ക്ലാസ് വരെ ഒന്നുമല്ലായിരുന്നു, ഞാൻ 12-ാം ക്ലാസ് വരെ എൻ്റെ ജ്യേഷ്ഠത്തിമാരിൽ നിന്ന് കുറവുള്ള ഒരാളായിരുന്നു.
പക്ഷെ എൻ്റെ അമ്മയുടെ പ്രാർത്ഥന ഉണ്ട്, എൻ്റെ മാതാപിതാക്കളുടെ കണ്ണുനീരുമുണ്ട്. 12ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ദൈവം എൻ്റെ വഴികളെ യഥാസ്ഥാനപ്പെടുത്തി. ദൈവം എന്നെ ഏറ്റെടുത്തു. ദൈവം എൻ്റെ വഴികളെ, എൻ്റെ ജീവിതത്തെ യഥാസ്ഥാനപ്പെടുത്തി. ആ ഗിദെയോനെ, ഗോതമ്പ് കളത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത ഗിദെയോനെ യഥാസ്ഥാനപ്പെടുത്തിയവനായ ദൈവം, മുൾപ്പടർപ്പിൽ നിന്ന് മോശയെ വിളിച്ച് യഥാസ്ഥാനപ്പെടുത്തിയവനായ ദൈവം, ദമസ്കോസിന്റെ പടിവാതിക്കൽ നിന്ന് ശൗലിനെ തെരഞ്ഞെടുത്ത് പൗലോസാക്കി യഥാസ്ഥാനപ്പെടുത്തിയവനായ ദൈവം ഇന്ന് നമ്മുടെ കുടുംബത്തെ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുടുംബം പോകേണ്ടുന്ന വഴിയിലല്ല ഇപ്പോൾ പോകുന്നതെങ്കിൽ ഈ സമയത്ത് ഒഴുക്കുന്ന കണ്ണുനീര് കൊണ്ട് എന്റെ കുടുംബത്തെ തമ്പുരാൻ തന്റെ കരങ്ങളിലെടുത്ത് എന്റെ കുടുംബത്തെ യഥാസ്ഥാനപ്പെടുത്തുന്ന ശ്രേഷ്ഠമായ ഒരനുഭവമാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം പഠിക്കുമ്പോൾ ആർക്കും വേണ്ടാത്ത ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു പേരിട്ടു, ശമരിയാക്കാരത്തി. വേദപുസ്തകത്തിൽ 2 ശമരിയാക്കാരെ കുറിച്ചും 1 ശമരിയാക്കാരത്തെ കുറിച്ചുമാണ് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നത്. ഇവിടെ ഒരു ശമരിയാക്കാരത്തി. വേണ്ടാത്തത് എന്താണെന്ന് ചോദിച്ചാൽ യേശുക്രിസ്തുവിന്റെ ഒരു വാചകമാണ്, നിനക്ക് മുമ്പ് 5 ഭർത്താക്കന്മാര് ഉണ്ടായിട്ടുണ്ട്. ഈ വാചകം വായിക്കുമ്പോൾ ഇത്ര ദൈവസന്നിധിയിൽ നിന്ന് അകന്നുപോയ ഒരു വ്യക്തിത്വമാണോ ഈ ശമരിയാക്കാരത്തി എന്ന് ചിന്തിക്കും. ആർക്കും വേണ്ടാത്ത ഒരു സ്ത്രീ, ഏകാഗിയായിട്ട് നട്ടുച്ച നേരത്ത് ആരും കാണാതെ വെള്ളം കോരാൻ വന്നപ്പോൾ ക്രിസ്തു യേശു ആ ജീവിതത്തിന്റെ അടിസ്ഥാന പ്രമാണമായിട്ട് മാറി. യേശു തമ്പുരാൻ ആ വ്യക്തിത്വത്തെ യഥാസ്ഥാനപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. ഇവിടെ ആഭിസാരിക സുവിശേഷകയായിട്ട് മാറുകയാണ്. പട്ടണത്തിൽ കടന്നു ചെന്ന് യേശു ക്രിസ്തുവിന്റെ നാമം ഉച്ചരിക്കുന്നത് ഈ ശമരിയാക്കാരത്തിയാണ്. ഒരു സുവിശേഷകയായിട്ട് മാറുകയാണ്. ആരാണ് ആഭിസാരിക? ഒരു സുവിശേഷകയായിട്ട് മാറുമ്പോൾ അതൊരു കുടുംബത്തിന്റെ വെളിച്ചമായിരുന്നു. ഇന്ന് പോകുന്ന വഴിയിൽ ഒരുപാട് പാപങ്ങൾ ഉണ്ടാകാം, നടപ്പ് ദോഷങ്ങൾ ഉണ്ടാകാം, കുടുംബജീവിതത്തിന്റെ ഭദ്രതയും സുരക്ഷിതവും നഷ്ടപ്പെട്ടിട്ട് പോയിട്ടുണ്ടാകാം. എന്നാൽ ചിന്തിക്കുക, ദൈവം എന്നെ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എലിശ പ്രവാചകൻ വിധവയുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണമെന്ന് ചോദിച്ച് ആ ഭവനത്തെ യഥാസ്ഥാനപ്പെടുത്തിയതുപോലെ തമ്പുരാൻ പരിശുദ്ധാത്മാവിനെ അയച്ച് ഓരോരുത്തരുടെയും ഭവനത്തെ ഇന്നിന്റെ ലോകത്ത് ഒന്ന് യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കുഞ്ഞുങ്ങൾ നിമിത്തമുള്ള നന്മ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. റോബിൻസൺ ക്രൂസോ എന്ന് പറയുന്ന ഒരു വ്യക്തിയും ഒരു സെയിലറിനെ കുറിച്ച് നോവലുകളിൽ വായിച്ചിട്ടുണ്ടാകാം. അദ്ദേഹം ഒരു ദ്വീപിൽ അകപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഇനി എന്താണ് ഗത്യന്തരമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്ന ഒരു സംഭവം. ഒരു ക്ലാസ് റൂമിൽ വെച്ച് അധ്യാപകൻ കുഞ്ഞുങ്ങളോട് ചോദിച്ചു, നിങ്ങൾ ഇതുപോലെ ഗത്യന്തരമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ വഴി അടഞ്ഞിരിക്കുമ്പോൾ ഈ സെയിലറിനെ പോലെ, റോബിൻസൺ ക്രൂസോയെ പോലെ നിങ്ങളും ഈ വഴിയിലായാൽ, ഈ ദ്വീപിലായാൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾക്ക് എന്താണ് ആവശ്യമായിട്ടുള്ളത്? നിങ്ങൾക്ക് എന്താണ് ദൈവം തരേണ്ടത്? ഒന്നേ കുഞ്ഞുങ്ങള് പല ഉത്തരങ്ങൾ പറഞ്ഞു. ഒരു മകന് എഴുതിയ ഉത്തരം എല്ലാത്തിന്റെ ഉള്ളടക്കമായിട്ടായിരുന്നു. ഞങ്ങൾക്ക് 5 കാര്യങ്ങൾ മതി സാറേ, ഞങ്ങൾക്ക് 5 കാര്യങ്ങൾ അവിടെ കിട്ടിയാൽ മതി. 1 ഭക്ഷണം കിട്ടണം, 2 വെള്ളം കിട്ടണം, 3 വസ്ത്രം കിട്ടണം. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുന്നത് വസ്ത്രമായി, വെള്ളമായി, പാർപ്പിടമായി. അപ്പൊ ഇത് 3 ഞങ്ങൾക്ക് കിട്ടണം. വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഒരു മൊബൈൽ ഫോൺ വേണം, പിന്നെ വൈഫൈ സംവിധാനവും അല്ലെങ്കിൽ നെറ്റ്വർക്കിംഗ് സംവിധാനവും. ഈ 5 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ ജീവിച്ചോളാം. മാതാപിതാക്കളോടുള്ള കടപ്പാടുകൾ മറന്നുപോയ ഇളം തലമുറ. ആരാണ് എന്റെ മാതാവിന്റെ കഷ്ടപ്പാട്, എന്റെ പിതാവിന്റെ കഷ്ടപ്പാട് എന്തെന്ന് അറിയാൻ മറന്നുപോകുന്ന ഇളം തലമുറ. സത്യമല്ലേ? വീണ്ടും ഒരു ക്ലാസ് റൂമിലെ സംഭവം ആവർത്തിക്കട്ടെ. പഠിക്കാനായിട്ട് കുഞ്ഞിനെ മാതാപിതാക്കൾ സ്കൂളിലേക്ക് അയച്ചു. അവൻ എല്ലാ വിഷയത്തിനും ഉന്നതമായ മാർക്ക്, 85-90% നല്ല മാർക്ക്. മാത്സിന്റെ പേപ്പർ കൊണ്ട് അമ്മയുടെ അടുക്കൽ വന്നു, ജസ്റ്റ് പാസ്സാണ്. ഈ അമ്മ കുഞ്ഞിനെ വടികൊണ്ട് അടിക്കുന്നില്ല, ശകാരിക്കുന്നില്ല, ശിക്ഷിക്കുന്നില്ല. അത് അമ്മയങ്ങ് മറക്കുന്ന ഒരവസ്ഥയിലായിരിക്കും. കുഞ്ഞ് വിചാരിച്ചു, അമ്മ എന്നെ തല്ലിയില്ല, അമ്മ എന്നെ അടിച്ചില്ല. അടുത്ത പരീക്ഷ വന്നു. ഈ കുഞ്ഞ് ആ വിഷയം, പുറകോട്ടുള്ള വിഷയം ശക്തമായിട്ട് പഠിച്ചു. അവന് ഏറ്റവും കൂടുതൽ മാർക്ക് അതിന് കിട്ടി. 100-ൽ 100% മാർക്ക് കിട്ടി. അമ്മയുടെ അടുക്കിലേക്ക് ഈ പേപ്പറുമായിട്ട് കടന്നു ചെല്ലുകയാണ്. അമ്മയുടെ അടുക്കിലേക്ക് ഈ പേപ്പറുമായിട്ട് കടന്നു ചെന്നപ്പോൾ ഈ കുഞ്ഞ് അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ എന്നെ തല്ലാഞ്ഞത്? ആദ്യത്തെ പ്രാവശ്യം ജസ്റ്റ് പാസ് മാർക്ക്
100-ൽ 40 മാർക്ക് വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ അമ്മ എന്താ എന്നെ തല്ലാഞ്ഞത്? 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെന്ന് വിചാരിച്ചോണം. ഉടനെ മോനെ ഞാൻ തല്ലിയില്ല, നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഉടനെ അമ്മ തിരിച്ചു ചോദിച്ചു, മോൻ എന്താ ഈ പ്രാവശ്യം 100-ൽ 100 മാർക്ക് ചെയ്തത്? ഈ വിഷയത്തിന് 100-ൽ 100 മാർക്ക് വാങ്ങിക്കാനായിട്ടുള്ള കാരണം എന്താണ്? ഞാൻ നിന്നെ തല്ലിയില്ല, ഞാൻ നിന്നെ ശകാരിച്ചില്ല, ഞാൻ നിന്നെ ശിക്ഷിച്ചില്ല, ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടേ ഉള്ളൂ. ഈ മകൻ പറഞ്ഞ മറുപടി ഇന്നിന്റെ തലമുറയുടെ മറുപടി ആയിരിക്കണം. ഈ മകൻ പറഞ്ഞ ഉത്തരം ഇളം തലമുറയുടെ മറുപടി ആയിരിക്കണം. അമ്മയുടെ കണ്ണുകൾ നിറയുന്നത് ഞാന് കണ്ടു. ആദ്യത്തെ പ്രാവശ്യം മറ്റു വിഷയങ്ങളെല്ലാം കൊണ്ട് കാണിച്ചപ്പോൾ അമ്മയ്ക്ക് സന്തോഷമായിരുന്നു. എന്നാൽ 100-ൽ 40 മാർക്കുമായിട്ട് മാത്സ് പേപ്പർ ഞാൻ കണ്ട് കാണിച്ചപ്പോൾ അമ്മ എന്നെ തല്ലിയില്ല, അമ്മ എന്നെ ഉപേക്ഷിച്ചില്ല, അമ്മ എന്നെ വടികൊണ്ടടിച്ചില്ല. പക്ഷെ അമ്മയുടെ കണ്ണുകൾ നിറയുന്നത് ഞാന് കണ്ടു. അമ്മയുടെ കണ്ണുകളിലെ ചലനം അറിയേണ്ടുന്ന കുഞ്ഞുങ്ങള്, അറിയാവുന്ന തലമുറ ഈ സഭയില്, ഈ കുടുംബങ്ങളിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എത്ര കുഞ്ഞുങ്ങൾക്ക് അമ്മയുടെ കണ്ണുനീരറിയാം? അവര് ഗണിതശാസ്ത്രത്തിൽ അവര് മിടുക്കരായിരിക്കാം. അമ്മയുടെ അപ്പന്റെ കണക്ക് കൂട്ടലുകള്, കണക്കിന്റെ ശാസ്ത്രം അറിയാവുന്ന എത്ര കുഞ്ഞുങ്ങളുണ്ട്? മാതാപിതാക്കളുടെ ചരിത്രം, മാതാപിതാക്കളുടെ കഷ്ടതയുടെ ചരിത്രം അറിയാവുന്ന എത്ര കുഞ്ഞുങ്ങള് ഇന്നിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാകാം. കണക്കിന് അവര് സമർത്ഥരാ, ചരിത്രത്തിൽ അവർ സമർത്ഥരാ. മാതാപിതാക്കളുടെ കണക്കൂട്ടലുകളും മാതാപിതാക്കളുടെ കഷ്ടപ്പാടിന്റെ ചരിത്രവും അറിയാവുന്ന കുഞ്ഞുങ്ങളുടെ ഭാവി ഒരിക്കലും ഇരുളടഞ്ഞതാവുകയില്ല. അത് സമ്പന്നമായിരിക്കും, ശ്രേഷ്ഠമായിരിക്കും. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുഞ്ഞിന് അമ്മയുടെ അപ്പന്റെ കണ്ണുനീര് കണ്ട്, അമ്മയുടെ അപ്പന്റെ ചലനങ്ങളെ കണ്ട് മുന്നോട്ട് വഴികളെ ശോഭയുള്ളതാക്കാനായിട്ട് സാധിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, കുടുംബത്തിന്റെ പരാജയം എവിടെയാണെന്ന് ചിന്തിച്ചു നോക്കുക. ഞാൻ ഉൾപ്പെടുന്ന കുടുംബ ജീവിതത്തിൽ ഞാനെന്ന ഭാര്യയുടെ പരാജയം, ഞാനെന്ന ഭർത്താവിന്റെ പരാജയം ഏതു വിധേനയാണ്? എന്താണ് ഇതിന്റെ കാരണം? എന്നെ ദൈവം യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷങ്ങളാണ്, ഏറ്റവും ശ്രേഷ്ഠമായ നിമിഷങ്ങളാണ്. 2ാമത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. ഒരു ഉദാഹരണം കൂടെ പറയട്ടെ. മാർക്ക് ട്വെയിൻ എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു നോവലിസ്റ്റാണ്, ഒരു ഹാസ്യ നോവലിസ്റ്റായിട്ടാണ് അറിയപ്പെടുന്നത്. അദ്ദേഹം തന്റെ സുഹൃത്തുമായിട്ട് ഒരു പള്ളിയിലെ ആരാധനയ്ക്കായിട്ട് കടന്നു ചെന്നു. 1 മണിക്കൂർ, 1.5 മണിക്കൂർ, 2 മണിക്കൂർ സമയം ദീർഘമായ ആരാധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ശക്തമായ മഴ. ഇവിടെ നിന്ന് ഈ ധ്യാനവും മധ്യസ്ഥ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ കൊടയില്ല. എന്തു പറയും? ഓ നശിച്ച മഴ, അനുഗ്രഹമെല്ലാം പോയി. ഓ നശിച്ച മഴ, അനുഗ്രഹമെല്ലാം പോയി. മാർക്ക് ട്വെയിനും സുഹൃത്തും കൂടെ 2 മണിക്കൂർ ആരാധിച്ചതിന് ശേഷം ദേവാലയത്തിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഭയങ്കര തോരാത്ത മഴ. ഉടനെ ഈ സുഹൃത്ത് മാർക്ക് ട്വെയിനോട് പറയുകയാണ്, ഓ നശിച്ച മഴ. ഉടനെ മാർക്ക് ട്വെയിൻ പറഞ്ഞു, എല്ലാ മഴയും തോർന്നിട്ടുണ്ട്, എല്ലാ മഴയും നിലച്ചിട്ടുണ്ട്, ഈ മഴയും നിലയ്ക്കും. എല്ലാ മഴയും നിലച്ചിട്ടുണ്ട്, ഈ മഴയും നിലയ്ക്കും. പ്രിയമുള്ളവരെ, നിങ്ങളുടെ കണ്ണുനീരിന്റെ കാരണങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാം. ഭർത്താവിനെ കുറിച്ചുള്ള ചിന്തകളായിരിക്കാം, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള, കൂടപ്പിറകുകളെ കുറിച്ചുള്ള, കുടുംബാംഗങ്ങളെ കുറിച്ചുള്ള വേദനകളായിരിക്കാം. എല്ലാ കുടുംബവും യഥാസ്ഥാനപ്പെട്ടിട്ടുണ്ട്. ഈ കഷ്ടതയും മാറിക്കിട്ടും, ഈ വേദനയും ഈ നൊമ്പരവും മാറിക്കിട്ടും. നിങ്ങളെ മറ്റുള്ളവർ ദ്രോഹിച്ചിട്ടുണ്ടാകാം, മറ്റുള്ളവരാൽ നിങ്ങൾ പരിഹസിക്കപ്പെട്ടിട്ടുണ്ടാകാം. ആ വേദനയുമായിട്ട് നിങ്ങൾ വന്നുചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ടാകാം. എല്ലാ മഴയും നിലച്ചിട്ടുണ്ട്, എല്ലാ ദ്രോഹവും, എല്ലാ പരിഹാസവും, എല്ലാ വേദനയും, എല്ലാ സങ്കടവും, എല്ലാ രോഗവും നിലച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്നിലുള്ള വേദനകളും എന്നിലുള്ള സങ്കടങ്ങളും കർത്താവ് ഏറ്റെടുത്ത് എന്നെ യഥാസ്ഥാനപ്പെടുത്തുവാനായിട്ട് എന്റെ തമ്പുരാൻ ആഗ്രഹിക്കുകയാണ്. 3ാമതായിട്ട് ഈ ചോദ്യം കാണുകയാണ്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 51-ാം വാക്യം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 51-ാം വാക്യം. ചോദ്യം എന്താണ്? ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? ഏലിയാവ് എലിശയോട് ചോദിച്ചു. എന്താണ് ഉത്തരം? വിശ്വാസ ജീവിതത്തിന്റെ ബോധ്യങ്ങളെ അടുത്ത തലമുറയിലേക്ക് കൊടുക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. 2ാമതായിട്ട് എലിശ വിധവയോട് ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? എന്തായിരുന്നു ഉത്തരം? എന്റെ കുടുംബകാര്യങ്ങളെ യഥാസ്ഥാനപ്പെടുത്തുവാൻ എന്റെ കർത്താവെ എനിക്ക് കൃപ നൽകണമേ. 3ാമതായിട്ട് യേശുക്രിസ്തു കുരുടനോട് ചോദിക്കുകയാണ്, വാട്ട് ഷുഡ് ഐ ഡു ഫോർ യു? ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ, തന്റെ പരസ്യ ശുശ്രൂഷയിൽ, ഗലീലിയൻ മിനിസ്ട്രിയില് ഒരുപാട് അത്ഭുതങ്ങൾ നടത്തുന്നുണ്ട്.
തന്റെ സനാതനമായ നിത്യനൂതനമായ സാർവലൗകികമായ ഉപദേശങ്ങളും പ്രബോധനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ജനതയ്ക്ക് കൊടുത്തുകൊണ്ട് ജനതയെ ആശ്വസിപ്പിക്കുന്നു. ഉപമകളാൽ അവരെ സ്വർഗരാജ്യത്തിന്റെ മൂല്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കുന്നു. രോഗികളെ വേറിട്ട് സൗഖ്യമാക്കുന്നു. അത്തരത്തിൽ റോഡിൽ കിടന്ന ഒരു കുരുടനെ ഏറ്റെടുത്ത് യേശുക്രിസ്തു കുരുടനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? കുരുടനെ സംബന്ധിച്ചിടത്തോളം ഒരേ ഒരു ഉത്തരം മാത്രമേ പറയാനായിട്ടുള്ളൂ. എന്താണ്? യജമാനനെ എനിക്ക് കാഴ്ച പ്രാപിക്കണം. യജമാനനെ എനിക്ക് കാഴ്ച പ്രാപിക്കണം. താഴ്ചയില് താഴ്വാരങ്ങളിൽ കിടന്ന കുഷ്ഠരോഗിയെ വിളിച്ച് യേശുക്രിസ്തു എന്താണ് സുഖപ്പെടുത്തുന്നുണ്ട്. 10 കുഷ്ഠരോഗികൾ യേശുവേ നാഥ ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 10 പേരും പോകുന്ന യാത്രയിൽ തന്നെ ശുദ്ധരായി തീർന്നു. ഒരുവൻ മാത്രം വന്നുയർന്ന് യേശുക്രിസ്തുവിന് നന്ദി പറഞ്ഞു. അദ്ദേഹം ഒരു ശമരിയക്കാരനായിരുന്നു. സക്കായി, ചുങ്കം പിരിച്ചുകൊണ്ടിരുന്ന ഒരു വ്യക്തി, എല്ലാവരാലും വെറുക്കപ്പെട്ടവൻ, പരിഹസിക്കപ്പെട്ടവൻ. എന്താണ്? സക്കായിയെ പോലും യേശുക്രിസ്തു വിളിച്ച് അവന്റെ കുടുംബത്തിലേക്ക് കടന്നു ചെന്ന്, നീ അബ്രഹാമിന്റെ പുത്രനാകിയാൽ ഇന്ന് ഈ ഭവനത്തിന് രക്ഷയുണ്ടായി. ദാവീദ് രാജാവ് തന്റെ സ്ഥാനമാനങ്ങളിൽ തന്റെ രാജത്വത്തിൽ ശക്തിപ്പെട്ട് സ്ഥിരപ്പെട്ട് വരുമ്പോൾ എല്ലാം പിടിച്ചടക്കിയതിനു ശേഷം ദാവീദ് രാജാവ് ചിന്തിക്കുകയാണ്, ഇനിയും ദേശത്ത് ആരെങ്കിലും പട്ടിണി കൊണ്ട് വലയുന്നുണ്ടോ? ശൗലിന്റെ, എന്റെ ശത്രുവായ ശൗലിന്റെ പിൻഗാമികൾ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? യോനാഥിന്റെ മക്കൾ ആരെങ്കിലും, എന്റെ സ്നേഹിതനായിരുന്ന യോനാഥാന്റെ മക്കൾ ആരെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അങ്ങനെ യോനാഥന്റെ 2 കാലം മുടന്തുള്ള മെഫീബോശെത്തിനെ ദാവീദ് രാജാവ് കണ്ടെത്തുകയാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, 2 ശമൂവേൽ പ്രവചനം 9-ാം അധ്യായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. മെഫീബോശെത്തിനെ ദാവീദ് രാജാവ് വിളിച്ച് രാജകുമാരനെ പോലെ തന്റെ മേശയിൽ ഇരുത്തി അവന് ഭക്ഷണം കൊടുക്കുകയാണ്. പഴയ നിയമത്തിൽ തന്നെ ആരംഭിച്ച വലിയൊരു പ്രവർത്തനമാണ് ഒറ്റപ്പെട്ടവർക്ക് കൂട്ടായ്മയുടെ സുവിശേഷവും സഹിത്വവും നൽകുന്ന പ്രവർത്തനം. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഇവിടെ യേശുക്രിസ്തു കുരുടനോട് ചോദിക്കുകയാണ്, ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ഒരേ ഒരു ഉത്തരം മാത്രം, എനിക്ക് കാഴ്ച പ്രാപിക്കണം. നമ്മോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ഉത്തരം മാത്രമേ നമുക്കുള്ളൂ. എന്താണ്? കർത്താവേ, എന്റെ കുടുംബത്തിൽ ആരും അവഗണിക്കപ്പെടാതിരിക്കേണ്ടതിന് എനിക്ക് കൃപ നൽകണമേ. എന്റെ കുടുംബത്തിൽ ആരും പാർശ്വവൽക്കരിക്കപ്പെടരുതേ. എന്റെ കുടുംബത്തിൽ ആരും അന്യപ്പെട്ടു പോകരുതേ. എന്റെ കുടുംബത്തിൽ ആരും വെറുക്കപ്പെട്ടു പോകരുതേ. എന്റെ കുടുംബത്തിൽ ആരും വേദനയിൽ മരിക്കാനായിട്ട് ഇടയായി തീരരുതേ. ഒറ്റപ്പെട്ടവർക്ക് കൂട്ടായ്മയുടെ സുവിശേഷം നൽകുന്ന കർത്താവിന്റെ സനാതനമായ സുവിശേഷത്തിന്റെ തുടർച്ച എന്നിലും നിങ്ങളിലുമൊക്കെയാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിന് ഒരു പേര് കൊടുക്കണം. അവർ ഹോം ഷുഡ് ബി ആൻ ഓൾഡ് ഏജ് ഹോം. നമ്മുടെ കുടുംബം എന്താണ്? ഒരു വൃദ്ധഭവനമാണ്. വീണ്ടും കുടുംബത്തിന് ഒരു പേര് കൊടുക്കണം. അവർ ഹോം ഷുഡ് ബി എ പാലിയേറ്റീവ് കെയർ സെന്റർ. എന്റെ കുടുംബം ഒരു സാന്ത്വന പരിചരണ കേന്ദ്രമാണ്. എന്റെ കുടുംബത്തിൽ ഉള്ളവരെ ശുശ്രൂഷിച്ച് പരിചരിച്ച് സ്നേഹിച്ച് അവിടെ ഒറ്റപ്പെട്ടവർക്ക് അവഗണിക്കപ്പെട്ടവർക്ക് ശുശ്രൂഷയും പരിചരണവും സ്നേഹവും കൊടുക്കുമ്പോൾ അതൊരു സ്വർഗരാജ്യത്തിന്റെ പതിപ്പായിട്ട് എന്റെ കുടുംബത്തെ ആക്കി തീർക്കുവാനായിട്ട് സാധിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം പഠിച്ചു വരുമ്പോൾ അവിടെ ഒരു വ്യക്തി 38 വർഷമായി കിടന്നു പറയുന്ന ഒരു വാചകമുണ്ട്. യജമാനനെ എനിക്കിവിടെ ആരുമില്ല, യജമാനനെ എനിക്കിവിടെ ആരുമില്ല, യജമാനനെ എനിക്കിവിടെ ആരുമില്ല. പ്രായമുള്ള അപ്പച്ചനോ അമ്മച്ചിയോ വീട്ടിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ഒരു സങ്കട വർത്തമാനം പറയുന്നുണ്ടോ? എന്നെ ഞാനാക്കിയത് എൻ്റെ ദൈവമാണ്, പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങളെ അവരാക്കിയത് എൻ്റെ കഷ്ടപ്പാടും എൻ്റെ അധ്വാനവുമാണ്. പക്ഷെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങള് ഇന്ന് എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു കാലഘട്ടത്തിൽ 20-30 വർഷം മുമ്പ് അമ്മച്ചിമാരുടെയും അപ്പച്ചന്മാരുടെയും എല്ലാ പ്രാർത്ഥനയും എൻ്റെ കുഞ്ഞ് ഗൾഫിൽ പോകണം, എൻ്റെ കുഞ്ഞ് ഗൾഫിൽ പോകണം, എൻ്റെ കുഞ്ഞ് ഗൾഫിൽ പോകണം. ഇന്ന് പ്രാർത്ഥന മാറ്റി എൻ്റെ കുഞ്ഞ് ഗൾഫിൽ വന്ന് എന്നെ ശുശ്രൂഷിക്കണം, എന്നെ പരിചരിക്കണം എന്നതായി ഇന്നിന്റെ പ്രാർത്ഥന വാചകങ്ങൾ. പ്രിയമുള്ളവരെ, കുടുംബത്തിൽ ഒറ്റപ്പെട്ടവര് അവഗണിക്കപ്പെട്ടവര് ഉണ്ടാകാനായിട്ട് പാടില്ല. കാരണം യാക്കോബ് ശ്ലീഹായിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, നിന്റെ വിശ്വാസം പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കുക. നിന്റെ വിശ്വാസം പ്രവൃത്തിയിലൂടെ കാണിച്ചു തരിക. ഇവിടെ വിശ്വാസത്തെ ബലപ്പെടുത്തുവാനായിട്ട് നല്ല ധ്യാനങ്ങള്, നല്ല ബോധ്യങ്ങള്, നല്ല ചോദ്യങ്ങള്. പക്ഷെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ഒരു പ്രവൃത്തിയായി ഇത് മാറുന്നില്ലെങ്കിൽ എന്താണ് പ്രിയമുള്ളവരെ ധ്യാനത്തിന്റെ അർത്ഥം? ഈ ധ്യാനത്തിൽ കേട്ട ദൈവശബ്ദത്തിന് എന്ത് പ്രയോജനമാണുള്ളത്? വേദപുസ്തകത്തിൽ ഒരു ചോദ്യം 3 ഭാഗങ്ങളിൽ കണ്ടതാണ് നമ്മൾ ചിന്തിച്ചത്.
ഒന്ന് ഏലിയാവ് ഏലിശയോട് ചോദിച്ചു, ഏലിശ വിധവയോട് ചോദിച്ചു, വീണ്ടും യേശുക്രിസ്തു കുരുടനോട് ചോദിച്ചു. ഏലിയാവും ഏലിശയും രണ്ട് പ്രവാചകന്മാരായിരുന്നു. ആ പ്രവാചകന്മാരുടെ ആ ദൈവശബ്ദത്തിന്റെ പൂർത്തീകരണം നസ്രാനായ യേശുവാണ്. യേശുക്രിസ്തുവിന്റെ ആ വിശാലമായ കാഴ്ചപ്പാട് ഏതിലേക്കാണ് പോകുന്നത്? ലോകത്തിൽ ഒറ്റപ്പെട്ടവര്, അവഗണിക്കപ്പെട്ടവര്, പാർശ്വവൽക്കരിക്കപ്പെട്ടവര് ഉണ്ടാകാനായിട്ട് പാടില്ല. 92 വയസ്സുള്ള ഒരു അപ്പച്ചൻ 92ാമത്തെ വയസ്സിൽ 3 തവണ ആത്മീയതയ്ക്ക് ശ്രമിച്ചു. ഒരേ ഒരു മകനെ പഠിപ്പിച്ച് വളർത്തി വലുതാക്കി, കണ്ണ് വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തി വിദേശത്തേക്ക് അയച്ചു. മകന് ഒരുപാട് സമ്പത്തും സ്വത്തും, മകന്റെ കുഞ്ഞുങ്ങൾ പഠിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ ഒരാളെ മാത്രം വേണ്ട. നേരത്തെ അമ്മച്ചി മരിച്ചുപോയി, ഇപ്പോൾ അപ്പച്ചനെ മാത്രം വേണ്ട. പ്രിയമുള്ളവരെ, ഈ അപ്പച്ചൻ 3 തവണ സൂയിസൈഡിന് ശ്രമിച്ചു. ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത്? യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ, യഹോവേ എന്റെ പ്രാണനെ എടുത്തുകൊള്ളണമേ. ഇങ്ങനെ സങ്കടപ്പെടുന്നവര്, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവര്, വേദനിക്കുന്നവര് എന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ ഈ ധ്യാനത്തിലൂടെ അവരിലേക്കുള്ള ഒരു എത്തിനോട്ടമായി ഈ ദൈവശബ്ദത്തെ കാതോർക്കുവാനായിട്ട് എനിക്ക് നിങ്ങൾക്കും സാധിക്കണം. അവരിലേക്കുള്ള ഒരു എത്തിച്ചേരലാണ് ഈ ധ്യാനത്തിലൂടെ ഞാനും നിങ്ങളും സ്വീകരിക്കേണ്ടത്, സംശീകരിക്കേണ്ടത്. അതല്ലാതെ അവര് ഒന്നും കഴിക്കുന്നില്ല, അവര് ശുശ്രൂഷിക്കപ്പെടുന്നില്ല, അവര് സ്നേഹിക്കപ്പെടുന്നില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണ് മഹത്വം? എന്താണ് പ്രയോജനം? എവിടെയാണ് ഇതിന്റെ പ്രാധാന്യം? പറഞ്ഞവസാനിപ്പിക്കുകയാണ്. ശലോമോൻ പ്രാർത്ഥിച്ചു, യഹോവേ, ധനം, സമ്പത്ത്, ശത്രുനിഗ്രഹം, ദീർഘായുസ്സൊന്നും വേണ്ട, ജ്ഞാനവും വിവേകവും എനിക്ക് നൽകണമേ. 3 പശ്ചാത്തലങ്ങളിലെ ഒരു ചോദ്യം നമ്മളിലേക്ക് സമർപ്പിച്ചു. ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്തു തരണം? ഒന്നാമത്തേത്, വിശ്വാസ ജീവിതത്തിന്റെ നല്ല ബോധ്യങ്ങളെ അടുത്ത തലമുറയിലേക്ക് കൊടുക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. 2, എന്റെ കുടുംബകാര്യങ്ങളൊന്ന് ക്രമപ്പെടുത്തുവാൻ എന്റെ കർത്താവേ എനിക്ക് കൃപ നൽകണം. 3, എന്റെ കുടുംബത്തിൽ ആരും ഒറ്റപ്പെടാതിരിപ്പാൻ, സമൂഹത്തിൽ അവഗണിക്കപ്പെടാതിരിപ്പാൻ, പാർശ്വവൽക്കരിക്കപ്പെടാതിരിപ്പാൻ, അവരിലേക്ക് ചെന്ന് പ്രവർത്തിക്കുവാൻ എനിക്ക് കൃപ നൽകണമേ. ഈ 3 കൃപകളെ ഈ ധ്യാനത്തിലൂടെ പ്രാപിച്ച് പ്രായോഗിക ജീവിതത്തിൽ അത് കാണിച്ചു കൊടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിച്ച് ആശംസിച്ചുകൊണ്ട് വാക്കിൽ നിന്ന് വിരമിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ ശിരസ്സുകളെ നമിച്ച് പ്രാർത്ഥിക്കാം. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. അനർത്ഥങ്ങളിൽ, ഞെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. അനർത്ഥങ്ങളിൽ, ഞെരുക്കങ്ങളിൽ അതിശയമായി എന്നെ പുലർത്തിയിടുന്നു. എന്റെ ദൈവം എന്നെ പോറ്റുന്നു, എന്നെ കാക്കുന്നു തന്റെ ചിറകടിയിൽ. യഹോവ എനിക്ക് സമീപസ്ഥനാണ്. നമ്മുടെ ശിരസ്സുകളെ നമിച്ച് പ്രാർത്ഥിക്കാം. സത്യമായും തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് എന്റെ ദൈവം സമീപസ്ഥനാണ്. ഹൃദയം നുറുങ്ങിയവർക്ക് എന്റെ ദൈവം സമീപസ്ഥനാണ്. മനസ്സ് തകർന്നിരിക്കുന്നവരെ അവൻ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അവൻ നിങ്ങൾക്കായിട്ട് കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് പത്രോസ്ലിയായിലൂടെ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവാണ്. നിന്റെ ഭാരം യഹോവയെങ്കിൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തുമെന്ന് പഠിപ്പിച്ച സങ്കീർത്തനക്കാരിലൂടെ പഠിപ്പിച്ച കർത്താവാണ്. അതാ ഹൃദയം നുറുങ്ങി മനസ്സ് തകർന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ട്. കഴിഞ്ഞ നാളുകളിൽ വിശ്വാസ ജീവിതത്തെ നഷ്ടപ്പെടുത്തിയവരുണ്ടാകാം. കുഞ്ഞുങ്ങൾക്ക് വിശ്വാസ ജീവിതത്തിന്റെ ബോധ്യങ്ങളെ പറഞ്ഞു കൊടുത്തിട്ടില്ലാത്ത സന്ദർഭങ്ങൾ ഉണ്ടാകാം. യേശുനാമം ഉച്ചരിക്കാത്ത കുഞ്ഞുങ്ങളെ കുടുംബത്തിലുണ്ടാകാം. സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന പോലും അറിയാൻ പാടില്ലാത്ത കുഞ്ഞുങ്ങളുണ്ടാകാം. ഇന്നു മുതൽ ഞാനെന്ന പിതാവിന്റെ കർത്തവ്യവും കടമയും കുഞ്ഞുങ്ങളെ പ്രാർത്ഥനയും കുഞ്ഞുങ്ങളെ ആ ദേവസ്തുതിയും പഠിപ്പിക്കാനായിട്ടുള്ള
വലിയ ഒരു കർത്തവ്യമാകിയാൽ സ്തോത്രം. രോഗികളായി, ദുഃഖിതരായി, ആലംബഹീനരായി, അനാഥ കുഞ്ഞുങ്ങളായി, ദൈവമേ, കുടുംബത്തിൽ, ലോകത്തിൽ, കാലത്തിൽ പാർക്കുന്നവരും യാചിക്കുന്നവരും അഭയം തേടുന്നവരുമുണ്ട്. കുടുംബത്തിൽ കാണേണ്ടുന്നവരെ കാണുവാൻ, കരുതേണ്ടുന്നവരെ ഒന്ന് കരുതുവാൻ, കൈക്കൊള്ളേണ്ടുന്നവരെ ഒന്ന് കൈക്കൊള്ളുവാൻ, സ്നേഹിക്കേണ്ടുന്നവരെ സ്നേഹിക്കുവാൻ, കുടുംബത്തിൽ ശുശ്രൂഷിക്കേണ്ടുന്നവരെ ഒന്ന് ശുശ്രൂഷിക്കുവാൻ, പരിചരിക്കേണ്ടുന്നവരെ ഒന്ന് പരിചരിക്കുവാൻ ദൈവമേ ഞങ്ങൾക്കും കൂടുതൽ കൃപാവരങ്ങളെ, കൃപയുടെ മാർഗങ്ങളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂടപ്പറപ്പുകളെ, കുഞ്ഞുങ്ങളെ ഓർത്ത്, ക്ലാസ് റൂമിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദൈവമേ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ ദർശനങ്ങൾ നഷ്ടപ്പെട്ടു പോകരുതേ. ഓരോ കുടുംബത്തിൻ്റെയും അനർഘ സമ്പത്തായി സഭയുള്ളിൽ ജ്യോതിസുകളെ പോലെ വളരുവാനും ആയിത്തീരുവാനും, കുടുംബത്തിന്റെ പ്രതീക്ഷ നാളങ്ങളായി ആയിത്തീരുവാനും കൃപയരുളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പശ്ചാത്തപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് തകർന്ന് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുമ്പോൾ, ആത്മതപനം ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ, മുമ്പിലത്തെ പാപം അനുഗ്രഹത്തിനുള്ള ഒരു തടസ്സമായി തീരരുതേ എന്ന് യാചിക്കുന്നു. ഇന്നിന്റെ നടപ്പും, ഇന്നിന്റെ പ്രാർത്ഥനയും, ഇന്നിന്റെ ക്രിയകളും കർമ്മങ്ങളും കുടുംബത്തിലേക്ക് വന്നുചേരേണ്ടുന്ന അനുഗ്രഹത്തിനുള്ള, നന്മയ്ക്കുള്ള ഒരു വഴിയായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം മാതാപിതാക്കള്, ദാസീദാസര്, സഹോദരീ സഹോദരങ്ങള് ഈ ധ്യാനത്തിനായിട്ട് വന്നുചേർന്നതിനാൽ ദൈവമേ അങ്ങേ സ്തോത്രം ചെയ്യട്ടെ. പരിശുദ്ധനായ പരിമളത്തിനു വേണ്ടിയുള്ള മധ്യസ്ഥതയാലും യാചനയാലും അപേക്ഷയാലും ഓരോ വെള്ളിയാഴ്ചയും വന്നുചേർന്ന് ഉപവാസ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നതിനാലും ദൈവം എൻ്റെ കുടുംബത്തെ കണ്ടു, കൈക്കൊണ്ടു, കരുതിയെന്ന് സാക്ഷിപ്പാൻ കൂടുതൽ അനുഗ്രഹങ്ങളെ കുടുംബത്തിലേക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബം ഒരു ശുശ്രൂഷ കേന്ദ്രമാണ്. എൻ്റെ കുടുംബം സ്വർഗരാജ്യത്തിൻ്റെ ഒരു പതിപ്പാണ്. എൻ്റെ കുടുംബത്തിലുള്ളവർ പരസ്പരം സ്നേഹിക്കുന്നുണ്ട്, സ്നേഹിക്കപ്പെടുന്നുണ്ട്. എൻ്റെ കുടുംബത്തിലുള്ളവർ പരസ്പരം അറിയുന്നുണ്ട്, അറിയപ്പെടുന്നുണ്ട്. എൻ്റെ കുടുംബത്തിലുള്ളവർ മനസ്സിലാക്കുന്നുണ്ട്, പരസ്പരം മനസ്സിലാക്കപ്പെടുന്നുണ്ട്. ഈ ഒരു ബോധ്യത്തിലേക്ക് ഈ ദൈവശബ്ദത്തിലൂടെ ഞങ്ങളെ നയിക്കുന്ന, നടത്തുന്ന കർത്താവാകയാൽ സ്തോത്രം ചെയ്യുന്നു. ഏകാന്തതയിൽപ്പെട്ട് ഉഴലുന്നവരുണ്ട്. ഭാര്യയുടെ ഭർത്താവിന്റെ സ്നേഹം കിട്ടാതെ തളർന്നിരിക്കുന്ന അവസ്ഥയുണ്ട്. കുടുംബത്തിന്റെ ഉയർച്ച ലക്ഷ്യമാക്കി ജീവിക്കുന്നവരുണ്ട്. ദൈവം എൻ്റെ ജീവിതത്തിൽ അങ്ങ് ദൂരെ എന്ന് ചിന്തിച്ച് വീണ്ടും വീണ്ടും പ്രാർത്ഥനാ ജീവിതം നയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. ദൈവമേ, ഓരോ സൃഷ്ടിയുടെ വേദന അവിടുന്ന് കാണുന്ന, കൈക്കൊള്ളുന്ന കർത്താവാകയാൽ സ്തോത്രം. എല്ലാ കുടുംബത്തിലെയും സങ്കടങ്ങള് പ്രാർത്ഥന വഴിയായി അർപ്പിക്കുമ്പോൾ പരിശുദ്ധനായ പരിമളത്തോടെ മധ്യസ്ഥതയാൽ ഓരോ കുടുംബത്തിലേക്കും തേജസ്, മഹനീയമായ അനുഗ്രഹങ്ങള്, മഹത്തായ നൽവരങ്ങള് കർത്താവ് അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാനുഭവങ്ങൾക്ക് സ്ഥായിയായ ഒരു ബോധ്യം ഞങ്ങൾ നൽകണമേ. ദൈവം എന്നെ യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു, എൻ്റെ കുടുംബത്തെ ദൈവം യഥാസ്ഥാനപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വലിയ ചിന്ത ഞങ്ങൾക്കായിട്ട് നൽകിയ കർത്താവാകിയാൽ സ്തോത്രം. തിരുവചനത്തിൽ പലരെയും വീണ്ടെടുത്ത് യഥാസ്ഥാനപ്പെടുത്തിയതുപോലെ എന്നെ, എൻ്റെ കുടുംബത്തിൽ, ഈ ലോകത്തിൽ എൻ്റെ കുടുംബത്തെയും യഥാസ്ഥാനപ്പെടുത്തിയ കർത്താവാകിയാൽ സ്തോത്രം. ഒഴുക്കുന്ന കണ്ണുനീരും അർപ്പിക്കുന്ന പ്രാർത്ഥനകളും യാചിക്കുന്ന കാര്യങ്ങളും ദൈവമേ, സ്വർഗമേ, ചെവി ചായ്ച്ച് കേട്ട് ഉത്തരമറിയണമേ. പിതാവാം ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കണമേ. പുത്രനാം ദൈവമേ, ഞങ്ങളെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവാം ദൈവമേ, ഞങ്ങളുടെ വഴികളിൽ സഹായകനായിരിക്കണമേ. ആയത് തൃത്വ തിരുനാമ മൗത്തത്തിനായിട്ട് തന്നെ. ആമേൻ.